السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ, സമ്പത്തിൽ, ജോലികളിൽ, ആരോഗ്യത്തിലെല്ലാം റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്തരം ദീനിയായ മജ്ലിസുകളിൽ ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരികളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് പടച്ച റബ്ബ് എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടിൻ്റെ സമാധാന അന്തരീക്ഷവും നിർഭയാവസ്ഥയുമെല്ലാം നിലനിൽക്കുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ത്വരീഖത്ത് അകവും പുറവുമെന്ന ഒരു വിഷയത്തിൽ ഊന്നിയുള്ള സംസാരവും അവസാന സമയത്തൊരു സംശയനിവാരണ അവസരവുമാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ മുഖ്യമായ ഭാഗം. എന്താണ് ശരിയായ ഇസ്ലാം എന്നും അതിൻ്റെ പ്രമാണങ്ങൾ ഏതൊക്കെയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദീനിൻ്റെ മുഴുവൻ അധ്യാപനങ്ങളും നബിതങ്ങൾ വഴി പൂർണ്ണമായും പഠിപ്പിച്ചു പോയിട്ടുണ്ട് എന്നും പ്രവാചകർക്കോ സ്വഹാബത്തിനോ താബിഈകൾക്കോ ശേഷമുള്ള അഹ്ലുസുന്നയുടെ നേതാക്കന്മാർക്ക് പോലുമൊന്നും ത്വരീഖത്ത് എന്ന ഇത്തരമൊരു ഭക്തിപ്രസ്ഥാന വഴികൾ പരിചയമില്ല എന്നതുമാണ് എൻ്റെ മുമ്പ് സംസാരിച്ച സഹപ്രവർത്തകൻ മുസാ സ്വലാഹി കാര ഇവിടെ വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ എന്താണ് ത്വരീഖത്ത്, തസവുഫ്?
ത്വരീഖത്ത് എന്ന വാക്കിന് വഴി എന്നാണ് നേർക്ക് നേരെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച, ഹദീസിൽ പ്രതിപാദിച്ച, അറബി ഭാഷയിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ത്വരീഖത്ത് എന്നത്. ഏതു വഴിക്കും അറബിയിൽ ത്വരീഖത്ത് എന്ന് പറയാം. ശരിയായ വഴിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുമ്പോഴും ആ പ്രയോഗം നിർവഹിച്ചു. വഅല്ലദീന ഇസ്തഖാമു അല ത്വരീഖ ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തുൽ മുസ്തഖീം എന്ന അർത്ഥത്തിൽ ത്വരീഖത്ത് എന്ന പദം ഉപയോഗിച്ചതായി കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ത്വരീഖത്ത് എന്നുള്ളത് കേവലം ഒരു വഴി എന്ന അർത്ഥത്തിലല്ല. നേരെ മറിച്ച് പടച്ച റബ്ബിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗമായി, വഴിയായി ചില ആളുകൾ പിൽക്കാലത്ത് ഉണ്ടാക്കിക്കൊണ്ടുവരികയും ആ വഴിയിലൂടെ പോയെങ്കിലാണ് അള്ളാഹുലേക്ക് യഥാർത്ഥത്തിൽ അടുക്കാൻ കഴിയുക. അത്വരീഖത്തു ഇലല്ലാഹ്, അള്ളാഹുലേക്കുള്ള മാർഗം, റബ്ബിലേക്കുള്ള വഴി എന്ന അർത്ഥത്തിലാണ് ത്വരീഖത്ത് എന്ന പദം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കപ്പെടുന്നത്. പടച്ച റബ്ബിലേക്ക് അടുപ്പിക്കാനുള്ള പ്രത്യേകമായ ചില വഴികളുണ്ട് എന്നും ആ വഴികളിൽ ചില വഴികാട്ടിയിരിക്കുന്നുണ്ട് എന്നും ആ വഴികാട്ടികൾ നിർദ്ദേശപ്രകാരം പോയെങ്കിൽ മാത്രമാണ് വഴി തെറ്റാതെ പടച്ച റബ്ബിലേക്ക് അടുക്കുവാൻ, പടച്ച റബ്ബിൽ ലയിക്കുവാൻ, പടച്ച റബ്ബിലേക്ക് തന്നെ അവനെ ഇല്ലാതായി മാറുവാൻ സാധിക്കുകയുള്ളൂ എന്ന ആശയമാണ് ത്വരീഖത്ത് എന്ന ആശയത്തിലൂടെ നാട്ടിൽ അവതരിപ്പിക്കപ്പെട്ടത്. തസവുഫ് എന്ന ഭക്തിപ്രസ്ഥാനം, അതിൻ്റെ മറ്റൊരു പ്രായോഗികമായ വഴിയാണ് ത്വരീഖത്ത് എന്നത്. തസവുഫ് എന്നാൽ സൂഫിസം, ശുദ്ധീകരണം എന്നാണ് സാധാരണ അവർ അർത്ഥം പറയാറുള്ളത്. ഒരു കാലഘട്ടത്തിൽ സൂഫ് ധരിച്ച്, കമ്പിളി ധരിച്ച്, ആ കമ്പിളിയെ ഭക്തിയുടെ, സുഹുദിൻ്റെ, വിരക്തിയുടെ, തഖ്വയുടെ എല്ലാം അടിസ്ഥാനമായി, അതിൻ്റെ ചിഹ്നമായി, അടയാളമായി പരിചയപ്പെടുത്തുകയും അങ്ങനെ സൂഫിൻ്റെ ആളുകൾ എന്ന അർത്ഥത്തിലാണ് സൂഫികൾ എന്ന പേര് അത്തരം ആളുകൾക്ക് വന്നത്. സൂഫ് എന്നാൽ കമ്പിളി രോമങ്ങൾക്കാണ് സൂഫ് എന്ന് പറയുക. കമ്പിളി പുതച്ചുകൊണ്ട് അതൊരു ഭക്തിയുടെ അടയാളമായി, അതിൻ്റെ ആളാണ് എന്ന് കാണിക്കുവാനുള്ള ഒരു അടയാളമായി കമ്പിളി പുതച്ചിറങ്ങൽ അക്കാലത്ത് പതിവായിരുന്നു. പിന്നീട് ത്വരീഖത്തുകൾ വ്യത്യസ്തമായി വന്നപ്പോൾ കമ്പിളിയുടെ നിറത്തിലും അതിൻ്റെ കോലത്തിലുമെല്ലാമുള്ള വ്യത്യാസങ്ങൾ ത്വരീഖത്തുകൾക്കിടയിൽ ഉണ്ടായി എന്ന് മാത്രം ഇന്നും കാണാം. അത്തരം ചില പ്രത്യേകമായ വേഷങ്ങൾ ത്വരീഖത്തുകാർക്ക്, അതെല്ലാം ആ സൂഫുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് സൂഫ് ധരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സൂഫി എന്ന പേര് അവർക്ക് വന്നത്. എന്നാൽ പിൽക്കാലത്ത് വന്ന തസവുഫിൻ്റെ ആളുകൾ സൂഫ് എന്ന പദത്തിലേക്ക് അല്ല സൂഫി എന്ന പദം ചേർക്കപ്പെട്ടത് എന്നും അതിന് മറ്റു ചില അർത്ഥതലങ്ങൾ ഉണ്ട് എന്നുമൊക്കെ സ്ഥാപിക്കാനായി വ്യാജമായ ശ്രമങ്ങൾ പിന്നീട് അവർ നടത്തിപ്പോന്നതും കാണാൻ കഴിയും. നബിതങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ നബിതങ്ങളുടെ പള്ളിയിൽ വന്ന് കൂടി അഹ്ലുസുഫ, അസ്ഹാബുസുഫ എന്നറിയപ്പെട്ട ചില സ്വഹാബിമാരുണ്ടായിരുന്നു. ആ അസ്ഹാബുസുഫയുടെ, അഹ്ലുസുഫയുടെ പിന്മുറക്കാരാണ്, അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് സൂഫി എന്ന പേര് വന്നത് എന്ന് സൂഫികൾ സ്വയം അവകാശപ്പെടാൻ പരിശ്രമിക്കാറുണ്ട്. പക്ഷേ ഭാഷാപരമായും ചരിത്രപരമായും വിശ്വാസപരമായും അഹ്ലുസുഫയുമായി യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ട് തന്നെ ആ പേര് ആ രൂപത്തിലാവാൻ സാധ്യതയില്ല, അത് ന്യായമല്ല എന്നാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കാലങ്ങളായി സ്ഥാപിച്ചു പോരുന്നത്. കാരണം അഹ്ലുസുഫ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഭക്തിപ്രസ്ഥാനമല്ല. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് എവിടെയും ഇടമില്ലാതെ നിബിധങ്ങളുടെ പള്ളിയിൽ വന്ന് അഭയം തേടിയ ആളുകളാണ് അഹ്ലുസുഫയുടെ ആളുകൾ. അത് കാലാകാലം ഒരാൾ അഹ്ലുസുഫയായി നിൽക്കാറല്ല പതിവ്. ആ പള്ളിയിൽ വന്ന് കൂടും, ആരെങ്കിലും ഒക്കെ ഏറ്റെടുത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോയി ഒരുപക്ഷെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അതോടെ പിന്നെ അവർ അഹ്ലുസുഫയല്ലാതായി മാറി. അവർക്ക് വീടായി കഴിഞ്ഞു, ഭാര്യയായി, മക്കളായി, കുടുംബജീവിതം നയിച്ചു. അവരെ പിന്നെ അഹ്ലുസുഫയല്ല. അഹ്ലുസുഫയിൽ കാലാകാലം ഒരേ ആളുകൾ ബൈഅത്ത് ചെയ്ത് മരിക്കുന്നവരെ അഹ്ലുസുഫയായി ആ പള്ളി തന്നെ കൂടുക എന്ന രീതിയല്ല അഹ്ലുസുഫക്കുള്ളത്. അത് സ്വാഭാവികമായി ഉണ്ടായതാണ്. നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, വീട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു, പള്ളിയിൽ വന്ന് കൂടി, അതാണ് അഹ്ലുസുഫ എന്നറിയപ്പെടുന്നത്. അത് എണ്ണം കൂടുകയും കുറയുകയും ആളുകൾ മാറി 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 വരികയും ഒക്കെ ചെയ്യുന്നതാണ് അഹ്ലുസുഫ എന്ന് പറയുന്ന
പട്ടിണി പാവങ്ങളായ ദുർബലന്മാരായ ഫക്കീറുമാരായ ആ സ്വഹാബിമാർ അതിലേക്ക് ചേർത്തിക്കൊണ്ടിരിക്കലും സൂഫിയെ പരിചയപ്പെടുത്താൻ കഴിയില്ല. മറ്റൊരു വ്യാഖ്യാനം സൂഫികൾ നൽകുന്നത് സ്വഫ എന്ന പദവുമായി ബന്ധപ്പെട്ടാണ് സൂഫി എന്ന പദമെന്നാണ്. സ്വഫ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞു, പരിശുദ്ധമായി എന്നൊക്കെയാണ് വാക്കിനർത്ഥം. അഥവാ മൻ സ്വഫ ഖൽബുഹു, അവരുടെ കൽബ് തെളിഞ്ഞവരാണവർ. അല്ലെങ്കിൽ മൻ സ്വഫ സയ്യത്തുഹു, അവന്റെ രഹസ്യങ്ങൾ പോലും പരിശുദ്ധമാണ്. ആ അർത്ഥത്തിലാണ് സൂഫി എന്ന പേരുണ്ടായത് എന്ന് സ്വയം അവകാശപ്പെടാൻ സൂഫികൾ ശ്രമിക്കാറുണ്ട്. അതും ശരിയല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ആ സ്വഫ എന്ന പദത്തിലേക്ക് ചേർത്തിട്ടാണ് പേരെങ്കിൽ സൂഫി എന്നല്ല പറയേണ്ടത്, സോഫി എന്നാണ് പറയേണ്ടത് അറബി ഭാഷ പ്രകാരം. അതുകൊണ്ട് തന്നെ ആ അടിസ്ഥാനം അവർക്ക് യോജിക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ അവകാശവാദങ്ങൾ പിൽക്കാലത്ത് അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ശരിയായ നിസ്ബ, ശരിയായ ബന്ധം സൂഫ് എന്ന് പറയുന്ന കമ്പിളി രോമത്തിലേക്ക് തന്നെയാണ്. ആ കമ്പിളി രോമത്തെ അടയാളമായി ഷിആറായി സ്വീകരിക്കുകയും അത് ധരിച്ചുകൊണ്ട് സൂഫിയായി രംഗത്ത് വരികയും ചെയ്യുന്ന പ്രവണത ആദ്യകാലങ്ങളിൽ വ്യാപകമായി ഉണ്ടായി. അതുകൊണ്ടാണ് സൂഫി എന്ന പേര് ഇത് 2-ാം നൂറ്റാണ്ട് മുതൽ മെല്ലെ മെല്ലെ ആരംഭിച്ചു തുടങ്ങിയത്. 2-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി സൂഫി എന്ന പദം സ്വയം സ്വീകരിച്ചുകൊണ്ട് അബ്ദുൽ സൂഫി എന്നറിയപ്പെടുന്ന അബ്ദുൽ കരീം സൂഫി, അദ്ദേഹമാണ് ആദ്യമായി ചരിത്രത്തിൽ സൂഫി എന്ന പേര് സ്വയം സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒന്നാമത്തെ മനുഷ്യൻ. അങ്ങനെയുള്ള 2-3 ആളുകളാണ് ആദ്യമായി ഈ സംവിധാനം ലോകത്ത് പരിചയപ്പെടുത്തിയത്. ഇറാഖിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നാണ് സൂഫി എന്ന തസവുഫ് എന്ന ഈ ഒരു ഭക്തി പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ഹിജ്റ 2-ാം നൂറ്റാണ്ടിലാണ് അതിന്റെ ആരംഭം. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹം ഇറാഖിലേക്ക് യാത്ര പോയി. ആ ഇറാഖിൽ നിന്ന് പിന്നീട് അദ്ദേഹം ഈജിപ്തിലേക്ക് തിരിച്ചു വന്നു. ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, ഞാൻ ഇറാഖിൽ നിന്ന് പോരുമ്പോൾ ഇറാഖിൽ ചില ആളുകൾ രംഗത്ത് വന്നതായി എനിക്കറിയാൻ കഴിഞ്ഞു. അവിടെ സൂഫികൾ എന്ന പേരിൽ ചില ആളുകൾ ഇന്ന് ഇറാഖിൽ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. എനിക്കവരുമായി കൂടുതൽ അടുത്തിടപഴകാനും അവിടെ കൂടുതൽ അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കാനും സാധിച്ചില്ല. എന്നാലും അവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവരുടെ കൂടെ ഒരാൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ബുദ്ധി ഒരു കാലത്തും തിരിച്ചു കിട്ടുകയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. അവരോടൊപ്പം കുറച്ചു കാലം സഹവസിച്ചാൽ പിന്നെ അയാളുടെ ശരിയായ ബുദ്ധി മടക്കി കിട്ടുകയില്ല. ആ രൂപത്തിൽ അയാൾ വിഡ്ഢിയായി മാറുമെന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരാൾ രാവിലെ സൂഫികളെ കൂടെ കൂടിയാൽ ഉച്ചയാകുമ്പോഴേക്ക് ഇല്ലാ വഹുവ അഹ്മഖ്, അവൻ പമ്പര വിഡ്ഢിയായി മാറാതിരിക്കുകയില്ല. അതാണ് തസവുഫ് എന്ന് അന്നത്തെ തസവുഫിനെ കുറിച്ച് ഇറാഖിൽ ഉടലെടുത്ത ആ സൂഫി ചിന്താഗതിയെ കുറിച്ച് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഷാഫി വഫാത്തായത് 204-ലാണ്. ഇമാം അഹ്മദിനോട് ചില ആളുകൾ വന്ന് ചോദിക്കുന്നു, ചില ആളുകൾ ഇപ്പോൾ പള്ളി ഒരുമിച്ച് കൂടുന്നുണ്ട്, ഉറക്കെ അവർ കൂട്ടം കൂടി ഒന്നിച്ച് ദിക്റാണെന്ന പേരിൽ എന്തൊക്കെയോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞ് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, എന്താണ് അവരെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഇമാം അഹ്ലുസുന്നയുടെ ഇമാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം അഹ്മദ് തിരിച്ചു ചോദിച്ചു, അസ്ബിയാനുഹും, അവർ ചെറിയ മക്കളാണോ, പ്രായപൂർത്തിയാവാത്ത ബുദ്ധിയും പക്വതയും ഇല്ലാത്ത ചെറിയ കുട്ടികളാണോ ഈ കാണിക്കുന്നത്? അല്ല, ചെറിയ കുട്ടികൾ നല്ല മുത്തം മനുഷ്യന്മാരാണ്. ഇമാം അഹ്മദ് വീണ്ടും ചോദിച്ചു, അമജാനീനുഹും, അവർ ഭ്രാന്തന്മാരാണോ, ബുദ്ധിയില്ലാത്തവരാണോ? അല്ല, നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാർ തന്നെയാണ്. ഇമാം അഹ്മദ് പറഞ്ഞു, എങ്കിൽ പിന്നെ എനിക്കിനൊന്നും പറയാനില്ല. കാരണം ഈ വക രീതികൾ ചെയ്യുക ഒന്നുകിൽ ഭ്രാന്തന്മാരാണ്, അല്ലെങ്കിൽ ചെറിയ മക്കളാണ്. അതല്ലാതെ നല്ല ബുദ്ധിയും പക്വതയുമുള്ള മനുഷ്യന്മാർ എങ്ങനെയാണ് ഈ വക പണി ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഇമാം അഹ്മദിന്റെ പ്രതികരണമുണ്ടായത്. ആ കാലഘട്ടത്തിലാണ് സൂഫി എന്ന പേരിൽ, ത്വരീഖത്ത് എന്ന പേരിൽ, തസവുഫ് എന്ന പേരിലൊക്കെയുള്ള ഈ ഭക്തിപ്രസ്ഥാനത്തിന്റെ തുടക്കം, അടിസ്ഥാനം ആ കാലത്താണ് എന്നർത്ഥം. ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ, ഹിജ്റ 150 ആ സമയത്ത്, ഒന്നാമത്തെ പകുതിയിൽ, ആ സമയത്താണ് ഇത് മെല്ലെ 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 ഉടലെടുത്ത് തുടങ്ങിയത്. പിന്നീടാണ് അത് വ്യത്യസ്തമായ പേരിലും വ്യത്യസ്തമായ തരത്തിലുമായി രംഗത്ത് വരുന്നത്. അബൂ ഹാഷിമുൽ കൂഫി ആദ്യമായി സൂഫി ചിന്താഗതിയെ ഔദ്യോഗികമായി പ്രൊമോട്ട് ചെയ്ത മനുഷ്യൻ അബൂ ഹാഷിമുൽ കൂഫിയാണ്. അബൂ ഹാഷിം ജനിച്ചത് ഹിജ്റ 150-ലാണ്. ഹിജ്റ വർഷം
150 ഇമാം ഷാഫി ജനിച്ച അതേ വർഷം, ആ വർഷത്തിലാണ് അബൂ ഹാഷിം അൽ കൂഫി ജനിച്ചത്. ആ അബൂ ഹാഷിം അൽ കൂഫിയും അബ്ദുൽ കരീം സൂഫിയും ഒക്കെയാണ് ആദ്യമായി ഈ രംഗത്തേക്ക് കടന്നു വന്ന ആളുകൾ. അന്നൊരു വലിയ പ്രസ്ഥാനമായി മാറിയിട്ടില്ല, അന്നതിന് ഒരു ഊടും പാവുമായിട്ടില്ല. അന്ന് ഉണ്ടായ ഇസ്ലാമിക രാജ്യത്തെ രാഷ്ട്രീയമായ കലാപങ്ങൾ, മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരുപാട് ഭിന്നിപ്പുകൾ, ഇതെല്ലാം മുതലെടുത്തുകൊണ്ടാണ്, അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ തസൗഫ് എന്ന ഈ ഒരു ചിന്താഗതി രംഗത്ത് വരുന്നത്. അന്ന് എല്ലാ രംഗത്തും വിവാദങ്ങളാണ്. മുസ്ലിമീങ്ങൾക്ക് ധാരാളം കക്ഷി വഴക്കുകൾ, മുഅ്തസിലിയാക്കളും ഷിയാക്കളും ഖവാരിജും റാഫിലിയാക്കളും ഖദരികളും ജബരികളും ജഹ്മികളും ജഅദികളും അടക്കമുള്ള ധാരാളം സംഘങ്ങളൊന്നുണ്ട്. ആ സംഘങ്ങൾ തമ്മിൽ ഒരുപാട് ബഹളങ്ങളും പ്രശ്നങ്ങളും യുദ്ധങ്ങളും വരെ നിലനിൽക്കുന്ന കാലഘട്ടമാണെന്ന്. ആ ഒരു മതരംഗത്തുണ്ടായ വിവാദങ്ങൾ, ബഹളങ്ങൾ, പരസ്പരമുള്ള ഭിന്നിപ്പുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വക ആശയക്കുഴപ്പങ്ങൾ, ഖണ്ഡന മണ്ഡനങ്ങൾ, ഇതിലെല്ലാം മനം നൊന്ത് മടുത്ത് അതിലൊക്കെ മാറി ഒരു ഭക്തിയുടെ വഴി തേടി പോകാമെന്ന ആ ഒരു ചിന്തയാണ് തസവുഫിന്റെ പേരിൽ അത് സമൂഹത്തിലേക്ക് ആദ്യമായി ഇട്ടുകൊടുത്തത്. അതേപോലെ രാഷ്ട്രീയമായ കലാപങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ, വിശിഷ്യാന്ന് ഇറാഖിന് വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ, ബഗ്ദാദിൽ, കൂഫയിൽ, ബസറയിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിൽക്കുന്ന രാഷ്ട്രീയമായ ഒരുപാട് കലാപങ്ങളും വിപ്ലവങ്ങളും ഒക്കെ, ഇതിനെല്ലാം ഇടയിൽ ഇത് ജീവിച്ചാൽ ശരിയാവൂല, ഇതൊക്കെ ഒഴിവാക്കി സ്വസ്ഥമായി എവിടെയൊക്കെ മല കയറി ബാക്കിയുള്ള കാലം വിവാദത്തിൽ മുഴുകി അവനവന്റെ ഈമാനും തഖ്വയും കാത്തു സൂക്ഷിച്ച് അങ്ങനെ ജീവിച്ച് സ്വർഗത്തിലേക്ക് പോകാമെന്ന ചിന്തയാണ് ഇത്തരം ചിന്താഗതിക്കാരുടെ മുമ്പിലേക്ക് ആദ്യമായി ഇട്ടുകൊടുത്തത്. അതിൽ കുറെ ആളുകൾ പെട്ടുപോയി. ആ ഒരു പുറത്തേക്കാണ് ചതിൽ കുറെ ആളുകൾ പെട്ടുപോയി. അങ്ങനെയാണ് തസവുഫിലേക്ക് ആള് വരുന്നത്. അത് പിന്നീട് ത്വരീഖത്ത് എന്ന പേരിൽ ചില പ്രത്യേകമായ ഷെയ്ഖും മുരീദും തർബിയത്തും അടക്കമുള്ള സംവിധാനങ്ങളായി പിന്നീട് മാറി എന്നു മാത്രം. ആദ്യകാലത്ത് ത്വരീഖത്ത് എന്ന പേരില്ല. അത് പിന്നീട് ഈ തസവുഫ് വന്ന് ഏതാണ്ട് ഒരു 100-200 കൊല്ലം കഴിഞ്ഞിട്ട് ഹിജ്റ 300-കൾക്ക് ശേഷമാണ് ത്വരീഖത്ത് എന്ന പേരിൽ രംഗത്ത് വരുന്നത്. ഹിജ്റ 430 മരിച്ച അബൂ സഈദ് എന്ന് വിളിക്കപ്പെടുന്ന കൂഫക്കാരൻ, അദ്ദേഹമാണ് ആദ്യമായി ത്വരീഖത്ത് എന്ന പേരിൽ ഒരു പ്രത്യേകമായ ത്വരീഖത്തുണ്ടാക്കി റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്, വഴിയാണ് എന്ന് പറഞ്ഞ് ത്വരീഖത്ത് സ്ഥാപിക്കുന്നത്. 430 മരണപ്പെട്ട അബൂ സഈദ് എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യനാണ്. പിന്നീട് ഇങ്ങോട്ടാണ് ഇന്ന് നാട്ടിൽ പരിചയമുള്ളതും അല്ലാത്തതുമായ നൂറുകണക്കായ ത്വരീഖത്തുകൾ രംഗത്ത് വരുന്നത്. ഇതാണ് ത്വരീഖത്തിന്റെ തസവുഫിന്റെ അടിസ്ഥാനം. അന്നത്തെ കാലത്ത് ദുനിയാവിലുള്ള പരിത്യാഗവും തസവുഫും കൂടെ ഒന്നിച്ച് ചേർത്തിക്കൊണ്ടാണ് പരിചയപ്പെടുത്താൻ ഇത്തരം ആളുകൾ ശ്രമിച്ചത്. അന്ന് ദുനിയാവിനോട് വിരക്തിയുള്ള സുഹദുള്ള ആളുകൾ ധാരാളമുണ്ട്. രാഷ്ട്രീയമായ ഈ വടംവലികൾ, അവിടെ രാജാക്കന്മാരെ സമീപിക്കാനോ രാജാക്കന്മാരെ പ്രീതിപ്പെടുത്താനോ ആനുകൂല്യങ്ങൾ പറ്റാനോ തയ്യാറാകാതെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചു പോയ സാഹിരീകളായ ധാരാളം ആളുകൾ, ആ ആളുകളിലേക്ക് ജുനൈദുൽ ബഗ്ദാദിയെ പോലെ, മഅറൂഫുൽ കർഖിയെ പോലെ അങ്ങനെയുള്ള അറിയപ്പെട്ട സുഹദിന്റെ ആളുകൾ, ആ സുഹദിന്റെ മറവിലാണ് തസവുഫിനെ ചെലവഴിക്കാൻ അന്ന് ശ്രമിച്ചത്. ആ സുഹദിന്റെ ആളുകളൊക്കെ സൂഫി നേതാക്കന്മാരായി പിന്നീട് പരിചയപ്പെടുത്തി. അവരൊക്കെ തസവുഫിന്റെ ആളുകളാണ്, അവരൊക്കെ സൂഫി ചിന്താഗതിക്കാരാണ് എന്ന് പറഞ്ഞ് ഇന്നും ത്വരീഖത്തുകാർ മുൻഗാമികളെ പറയുമ്പോൾ പറയുന്ന പേരുകളാണ് ജുനൈദുൽ ബഗ്ദാദി, മഅറൂഫുൽ കർഖി, സയ്യിദ് സഖ്തി തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെ മുൻഗാമികളായി ആദ്യകാല സൂഫികളായി ഇന്നും ത്വരീഖത്തുകാർ പറയും. യഥാർത്ഥത്തിൽ അവർക്കൊന്നും ത്വരീഖത്തുമായി തസവുഫുമായി ബന്ധമില്ല. അവരൊക്കെ ദുനിയാവിൽ വിരക്തി കാണിച്ച, സുഹദ് കാണിച്ച, തഖ്വയും വറഉം കാത്തു സൂക്ഷിച്ച ആളുകളായിരുന്നു എന്ന് ശരിയാണ്. അതിനെ കടമെടുത്ത് തസവുഫിന്റെ വ്യാജ ലേബലൊട്ടിച്ച് പ്രചരിപ്പിക്കാനാണ് പിന്നെ അത്തരം ആളുകൾ ശ്രമിച്ചത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ത്വരീഖത്തിന്റെ ഒരു ബേസ്, ഒരു അടിസ്ഥാനം. പിന്നീട് അതിന് ഒരു അടുക്കും ചിട്ടയുമായി, ഒരു ഊടും പാവുമായി, അങ്ങനെ അത് പ്രത്യേകമായ പ്രസ്ഥാനം പോലെ അത് ഒരു വ്യക്തമായ ചട്ടക്കുള്ളിലായി മാറി വരികയാണ് പിന്നീട് ചെയ്തത്. ത്വരീഖത്തുകൾ എന്ന പേരിൽ പ്രത്യേകമായ നിയമങ്ങൾ ഉണ്ടാക്കി അതൊരു പ്രത്യേകമായ വഴിയായി റബ്ബിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗമാണ് എന്ന പേരിൽ ചില വ്യക്തികൾ അധിഷ്ഠിതമായ സംവിധാനമായി മാറി. ത്വരീഖത്തിന് പ്രധാനമായും 2 ഘടകമാണ്. ഒന്ന് ഷെയ്ഖ്, മറ്റൊന്ന് മുരീദ്. ഏത് ത്വരീഖത്തെടുത്താലും
എല്ലാ ത്വരീഖത്തിലുമുള്ളതാണ് ഷെയ്ഖും മുരീദും. എന്താ ഷെയ്ഖ്? ഷെയ്ഖിന് കുറെ നിബന്ധനയുണ്ട് എന്നാണ്. മുരീദിനുമുണ്ട് കുറെ നിബന്ധനകൾ. ഈ നിബന്ധനയെല്ലാം ഒക്കുമ്പോഴാണ് ഒരാൾ ഷെയ്ഖായി മാറുക. അയാൾ മുറബ്ബിയായ ഷെയ്ഖാണ്. തൻ്റെ ശിഷ്യന്മാർക്ക്, തൻ്റെ അനുയായികൾക്ക് തർബിയത്ത് കൊടുക്കാൻ യോഗ്യതയുള്ള ശരിയായ മുറബ്ബിയായ ഷെയ്ഖാണ് എന്നാണ് പരിചയപ്പെടുത്തുക. അത്തരം ഷെയ്ഖിന്റെ കൈപിടിച്ച് ആ ഷെയ്ഖിൽ ബൈഅത്ത് ചെയ്ത് കരാർ ചെയ്ത് ആ ഷെയ്ഖിലൂടെ അള്ളാഹുലേക്ക് എത്തുക, റബ്ബിലേക്ക് അടുക്കുക. റബ്ബിൽ പോയി അവൻ റബ്ബിലേക്ക് ലയിച്ച് ഇല്ലാതായി മാറുക. ഇതാണ് ത്വരീഖത്തുകാരുടെ ലക്ഷ്യമായി പറയുക. ഏത് ത്വരീഖത്തും, ഖാദിരിയാകട്ടെ, റിഫാഴിയാകട്ടെ, നക്ഷബന്ദിയും സുഹറവർദിയും ഐദ്രൂസിയും അടക്കം നൂരിഷാ ത്വരീഖത്ത് വരെയുള്ള ത്വരീഖത്തുകാരൊക്കെ അടിസ്ഥാന ലക്ഷ്യമായി പറയുക അള്ളാഹുലേക്ക് അടുക്കുക, അള്ളാഹുവിൽ ലയിക്കുക എന്നാണ്. അടുക്കൽ മാത്രമല്ല, അള്ളാഹുവിൽ ലയിച്ച് ഇല്ലാതായി മാറുക, ഫനാ പ്രാപിക്കുക എന്നാണ് അവിടെ സാങ്കേതികമായ പ്രയോഗം. ഫനാ പ്രാപിക്കുക, റബ്ബിലേക്ക് അങ്ങ് ലയിച്ച് ഇവൻ ഇല്ലാതായി മാറുക, ഇവന്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോയി അള്ളാഹുലേക്ക് ലയിച്ചു പോവുക. ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നത് പോലെ എന്ന ഉപമ പറയുക. ഒരു ഉപ്പ് വെള്ളത്തിൽ ലയിച്ചു പോയാൽ പിന്നെ ഉപ്പ് വേറെ വെള്ളം വേറെ എന്നില്ലല്ലോ. ആ ഉപ്പ് വെള്ളത്തിന്റെ ഭാഗമായി മാറി എന്നതുപോലെ അടിമ അള്ളാഹുലേക്ക് അടുത്തടുത്തടുത്ത അവസാനം അള്ളാഹുലേക്ക് ലയിച്ച് ഫനായി അവൻ നശിച്ചു, ഇല്ലാതായി, അവൻ അസ്തിത്വം തന്നെ പോയി, അവൻ പടച്ച റബ്ബിലേക്ക് ലയിച്ച് അവനും റബ്ബും ഒന്നായി മാറുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാണ് എല്ലാ ത്വരീഖത്തുകാരൻ്റെയും അടിസ്ഥാന ലക്ഷ്യമായി കാണുക. ത്വരീഖത്തിൽ ഒരാൾ മെമ്പറായി വന്നാൽ, ത്വരീഖത്തിൽ ഒരാൾ ബൈഅത്ത് ചെയ്താൽ അയാൾക്ക് ആദ്യമായി കാണിച്ചു കൊടുക്കുന്ന ലക്ഷ്യം ഇതാണ്: പടച്ച റബ്ബിലേക്ക് ലയിക്കണം. ഈ ദുനിയാവും ഈ ബഹളങ്ങളും ഈ വിവാദങ്ങളും മതപരമായ ആശയക്കുഴപ്പങ്ങളും രാഷ്ട്രീയമായ കലാപങ്ങളും ഇതൊക്കെ ദുനിയാവിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ഒഴിവാക്കി പടച്ച റബ്ബിന്റെ സാമീപ്യം നേടി റബ്ബിലേക്ക് അടുത്ത് അവസാനം അള്ളാഹുവിൽ ലയിച്ച് ഇല്ലാതായി മാറി പടച്ച റബ്ബിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഭാഗമായി മാറുക എന്ന ലക്ഷ്യമാണ് ഇവർക്ക് ശൈഖ് ആദ്യം പറഞ്ഞു കൊടുക്കുക. ആ ലക്ഷ്യം കൃത്യമായി അവന്റെ മനസ്സിൽ ബോധ്യപ്പെട്ട് അതിനെക്കുറിച്ച് ത്യാഗം സഹിക്കണം, കുറച്ച് ട്രെയിനിങ് ഉണ്ടാകണം. ഇതൊക്കെ തയ്യാറാണെങ്കിൽ ബൈഅത്ത് ചെയ്യാം എന്ന് പറഞ്ഞ് ശൈഖിന്റെ കയ്യും പിടിച്ചവൻ ബൈഅത്ത് ചെയ്യുന്നു. ഞാൻ റെഡിയാണ്, നിങ്ങൾ പറഞ്ഞ് ഏത് വഴിക്കും വരാം, എനിക്ക് ആ റബ്ബിലേക്ക് ലയിച്ചാൽ മതി. അതാ ത്വരീഖത്ത് പോയി ബൈഅത്ത് ചെയ്ത ഒരാളെ നമ്മൾ സംസാരിക്കാൻ പോയാൽ അധികം സംസാരിക്കാൻ നിൽക്കൂല. അവൻ പറയാം, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ആദ്യം പറയാം, നിനക്കത് മനസ്സിലാവില്ല. കാരണം എന്താ, അവൻ മനസ്സിലാക്കിയ ലക്ഷ്യമുണ്ട്, അവനെ കാണിച്ചു കൊടുത്ത ലോകമുണ്ട്. ആ ലോകം നിങ്ങളാരും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇത് നിനക്ക് മനസ്സിലാവില്ല. തർക്കിക്കാൻ ഞാനില്ല എന്നല്ല. ശൈഖ് അവൻ തർക്കിക്കാൻ നിൽക്കണ്ട, കാരണം അവർക്കിതറിയില്ല. അതുകൊണ്ട് അവർ തർക്കിക്കാൻ വരും, നീ തർക്കിക്കാൻ പോകേണ്ടതില്ല. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ യാത്ര. ആ ലക്ഷ്യം മനസ്സിലവന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് അവനെ കയ്യും പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു മുറബ്ബിയായ ശൈഖിനെ കിട്ടി. ആ ശൈഖിന് ബൈഅത്ത് ചെയ്ത് കരാർ ചെയ്ത് ആ ശൈഖിന്റെ കൂടെ അവൻ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോഴാ വഴിയിൽ ഒന്നുമില്ലാത്ത നമ്മളടുത്ത് കൈയാട്ടിയിട്ട്, എടാ ഈ പോക്ക് ശരിയല്ല, ഈ വണ്ടിക്ക് ശരിയാകുമ്പോൾ എനിക്ക് ഈ വണ്ടി അറിയില്ല, എനിക്ക് ലക്ഷ്യം അറിയില്ല, നീ വേറെ വഴിക്ക് പോകുന്നവനാ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, തർക്കിക്കാൻ ഞാനില്ല. ഇതാണ് ത്വരീഖത്തുകാരിൽ പൊതുവെ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. അവരതിൽ ഉപമിച്ചത് കപ്പലിൽ കയറി മുത്തുവാരാൻ പോകുന്ന ഒരു വ്യക്തിയെ പോലെ എന്നാണ്. അവന്റെ കപ്പൽ നയിക്കുന്ന കപ്പിത്താനാണ് ഈ ശൈഖ്. കടലിനടിയിൽ മുത്തുണ്ട്. ആ മുത്തെടുക്കാൻ പോകണമെങ്കിൽ ഒരു കപ്പൽ ആവശ്യമാണ്. കപ്പലിൽ പോയി യാത്ര പോകണമെങ്കിൽ ഒരു കപ്പിത്താൻ ആവശ്യമാണ്. ആ കപ്പിത്താനാണ് വഴി അറിയുക, അയാൾക്കാണ് ഏത് വഴിക്ക് പോകണമെന്നറിയുക, അയാൾക്കാണ് കാറ്റും കോളിനും അനുസരിച്ച് ആ കപ്പലിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയുക, അദ്ദേഹത്തിനാണ് എവിടെയാണ് മുത്തിന്റെ സ്ഥാനമെന്നറിയുക. അങ്ങനെയുള്ള കപ്പിത്താനാണ് ത്വരീഖത്തിന്റെ ശൈഖ്. അതുകൊണ്ട് ആ ശൈഖിന്റെ കൂടെ പോയാൽ അറിയാം എവിടുന്ന് അള്ളാഹിനെ കിട്ടുക, എവിടെ വെച്ചാൽ അള്ളാഹുലേക്ക് ലയിക്കാൻ പറ്റുക എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ കൂടെ ആ കപ്പലിൽ കയറി യാത്ര തുടരുകയാണ്. അള്ളാഹുവിലേക്ക് ലയിക്കാനുള്ള അതിയായ ആവേശത്തിലാണ് ഇവൻ ബൈഅത്തും ചെയ്ത് പിന്നാലെ കൂടുന്നത്. അങ്ങനെ വന്നെത്തുന്ന ത്വരീഖത്തുകളിൽ അടിസ്ഥാനമായ ത്വരീഖത്തുകൾ 4 എണ്ണമാണ്. ബാക്കി ഇന്ന് ആയിരക്കണക്കായ ത്വരീഖത്തുണ്ട്. ഈ ആയിരക്കണക്കായ ത്വരീഖത്തുകളൊക്കെയും അടിസ്ഥാനമായ അസ്ലിയായി ചെന്നുമുട്ടുക 4 വഴിയിലേക്കാണ്. 1 റിഫാഇയ്യ, 2 ഖാദിരിയ്യ, 3 അഹ്മദിയ്യ,
4 ബുർഹാനിയ. ഈ 4 ത്വരീഖത്തിലേക്കാണ് ബാക്കി എല്ലാ ത്വരീഖത്തും ചെന്നെത്തുക. അഹ്മദുൽ കബീർ റിഫായിയുടെ പേരിൽ സ്ഥാപിതമായ റിഫാഇയ ത്വരീഖത്ത്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പേരിൽ സ്ഥാപിതമായ ഖാദിരിയ ത്വരീഖത്ത്, അതേപോലെ അഹ്മദുൽ ബദവിയുടെ പേരിൽ സ്ഥാപിതമായ അഹ്മദിയ ത്വരീഖത്ത് അല്ലെങ്കിൽ ബദവിയ ത്വരീഖത്ത്, അതുപോലെ ബനു ഹാഷിമിന്റെ പേരിൽ സ്ഥാപിതമായ ബുർഹാനിയ ത്വരീഖത്ത്. ഈ 4 ത്വരീഖത്താണ് മുഴുവൻ ത്വരീഖത്തുകളുടെയും അടിസ്ഥാനമായി സ്വീകരിക്കപ്പെടുന്നത്. അവരാണ് അൽ അഖ്താബുൽ അർബഅ, 4 ഖുത്ബുകൾ, 4 അടിസ്ഥാനങ്ങൾ, 4 അച്ചുതണ്ടുകൾ എന്നറിയപ്പെടുന്നത് ഈ 4 എണ്ണമാണ്. ബാക്കിയെല്ലാം ഇതിന്റെ ശാഖകളായി, ഇതിന്റെ വകഭേദങ്ങളായി വന്ന ത്വരീഖത്തുകളാണ് ബാക്കിയെല്ലാം. അല്ലാത്തവയൊക്കെ ഈ 4-ൽ നിന്ന് പിരിഞ്ഞു വന്ന, ഈ 4-ൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായി അതിൻ്റെ തന്നെ കൈവഴികളായി രംഗത്ത് വന്നവയാണ് ബാക്കിയുള്ള ത്വരീഖത്തുകൾ മുഴുവനുമെന്നാണ്. ഈ 4-ലേക്കാണ് എല്ലാം ചെന്നെത്തുക. എല്ലാ ത്വരീഖത്തുകാർക്കും അവരുടേതായ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. എല്ലാ ത്വരീഖത്തുകാരനും അവൻ്റെതായ ചില വൈവിധ്യങ്ങൾ അത് എല്ലാ രംഗത്തും ഉണ്ടാകും. അവരുടെ വേഷങ്ങളിൽ, നിറങ്ങളിൽ, ദിക്റുകളിൽ, ഇബാദത്തുകളിൽ, അവരുടെ എല്ലാ മേഖലയിലും ഓരോ ത്വരീഖത്തുകാരനും അവൻ്റെതായ രീതി ഉണ്ടാകും. അല്ലാതെ എല്ലാവരും ഒരേപോലെയല്ല. അത് അവർക്കറിയാം. ആ ദിക്റ് അവർക്കുള്ളതാണ്, ഈ ദിക്റ് ഇവർക്കുള്ളതാണ്. അതാ റാത്തീബുകൾ പോലും റിഫാഇയ റാത്തീബുണ്ട്, മുഹീദ്ദീൻ റാത്തീബുണ്ട്, ഹദ്ദാദ് റാത്തീബുണ്ട്, വ്യത്യസ്തമായ റാത്തീബുണ്ട്. എന്താ മുഹീദ്ദീൻ റാത്തീബ്? മുഹീദ്ദീൻ ശൈഖിന്റെ ത്വരീഖത്തിൽ, ഖാദിരിയ ത്വരീഖത്തിൽ വരുന്ന ആളുകൾക്കുള്ളതാണ് മുഹീദ്ദീൻ റാത്തീബ്. റിഫാഇ ശൈഖിന്റെ ത്വരീഖത്തിൽ വരുന്ന ആളുകൾക്കുള്ളതാണ് റിഫാഇയ റാത്തീബ്. ബഅലവിയുടെ ത്വരീഖത്തിൽ വരുന്ന ആളുകൾക്കുള്ളതാണ് ഹദ്ദാദ് റാത്തീബ്. ഇങ്ങനെ ഓരോ ത്വരീഖത്തിൽ വരുന്ന ആളുകൾക്ക് ചൊല്ലാനായി ആ ശൈഖ് പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുത്ത ദിക്റുകളുടെ സമാഹാരമാണ് അവിടെ റാത്തീബുകൾ. അവിടെ വേഷങ്ങൾ, നിറങ്ങൾ പോലും വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരേ നിറമല്ല. റിഫാഇയ ത്വരീഖത്തിന്റെ അടിസ്ഥാനം കറുപ്പാണ്, കറുത്ത ഷാളാണ്, കറുത്ത വല്ലിയാണ് അവർ ധരിക്കുന്നത്. റിഫാഇയ ത്വരീഖത്തിന്റെ അസ്വര് കറുപ്പാണ് എങ്കിൽ ഖാദിരിയ ത്വരീഖത്തിന്റെ അസ്വര് പച്ചയാണ്. എല്ലാ ത്വരീഖത്തിനും പച്ചല്ല, പച്ചപ്പൊലിപ്പുണ്ടാകും, പക്ഷേ എല്ലാവർക്കും പച്ചയല്ല. ഖാദിരിയ ത്വരീഖത്തുകാരൻ പച്ചയാണെങ്കിൽ റിഫാഇയ ത്വരീഖത്തുകാരന് കറുപ്പാണ്. എന്നാൽ ബദവി ത്വരീഖത്തുകാരൻ അവരിൽ ചുവപ്പാണ് അവർ സ്വീകരിക്കാറ്, ചുവന്ന ഷാളാണ് അവർക്കുണ്ടാവുക. ബുർഹാനിയാണെങ്കിൽ ബുർഹാനിയക്ക് സ്വന്തമായി പ്രത്യേകമായി നിറമില്ല. ബുർഹാനിയിലെ വ്യത്യസ്തമായ കൈവഴികൾ ഓരോരുത്തരും ഓരോ നിറം സ്വീകരിച്ചുവെന്നാണ്. ദസുഖിയ ത്വരീഖത്ത് ബുർഹാനിയുടെ വകഭേദമാണ്. ഇബ്രാഹിം ദസുഖി എന്ന് പറയുന്ന 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മനുഷ്യനാൽ സ്ഥാപിതമായ ദസുഖിയ ത്വരീഖത്ത് അത് ബുർഹാനിയ ത്വരീഖത്തിന്റെ കൈവഴിയാണ്. ആ ദസുഖിയ ത്വരീഖത്ത് വെള്ളയാണ് നിറമായി സ്വീകരിച്ചത്. അതിൽ തന്നെ പെട്ടതാണ് ഷാദുലിയ ത്വരീഖത്ത്. ആ ഷാദുലിയ ത്വരീഖത്തുകാരന് അവന് മഞ്ഞയാണ്, ബനു ഹാഷിമാകട്ടെ പച്ചയാണ്. ഇങ്ങനെ വ്യത്യസ്ത ത്വരീഖത്തുകൾ, വ്യത്യസ്ത കൈവഴികൾ, വ്യത്യസ്തമായ നിറങ്ങൾ സ്വീകരിക്കുന്നു. അതെല്ലാം അസ്ലിയായി ബുർഹാനിയ ത്വരീഖത്ത് എന്ന ത്വരീഖത്തിലേക്ക് എത്തിച്ചേരുന്നു. ബാക്കിയുള്ള പലതും ഖാദിരിയ ത്വരീഖത്ത് എന്ന പേരിൽ ഇന്ന് കാണുന്ന ആലുവ ത്വരീഖത്തും ആനന്ദ ത്വരീഖത്തും അടക്കമുള്ള നൂറിഷ ത്വരീഖത്ത് അടക്കമുള്ള മിക്കവാറും ത്വരീഖത്തുകൾ ഖാദിരിയ ത്വരീഖത്തിന്റെ കൈവഴികളായും അതിലെ വകഭേദങ്ങളായും അതിന് ഇന്നത്തെ മശായിഖന്മാർ ആരാണ് എന്ന അഭിപ്രായ വ്യത്യാസത്തിലൊക്കെയായി പിന്നീട് വേർതിരിഞ്ഞു വന്ന ത്വരീഖത്താണ് ഈ ത്വരീഖത്തുകളെല്ലാം. എല്ലാത്തിനെയും അടിസ്ഥാനം ഈ 4 എണ്ണമാണ്. അവരാണ് അൽ അഖ്താബുൽ അർബഅ, 4 ഖുത്ബുകൾ. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന, ലോകത്തിലെ മൊത്തം കൺട്രോൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അച്ചുതണ്ടുകളായി അറിയപ്പെടുന്നവർ ഇവർ 4 എന്നാണ്. ആ 4-ലേക്കാണ് ബാക്കിയെല്ലാം ചെന്നെത്തുക. ത്വരീഖത്തുകളിൽ 3 രീതിയാണ് പൊതുവെ സ്വീകരിക്കുക. ഒന്ന് കർക്കശമായ രീതികൾ. ചില ത്വരീഖത്തുകൾ അങ്ങനെയാണ്, കർക്കശമായ രീതികൾ. അവിടെ ശക്തമായ ചില പരിശീലന മുറകൾ ഉണ്ടാകും. വളരെ ആർക്കും സഹിക്കാൻ കഴിയാത്ത വിധമുള്ള പരിശീലന മുറകൾ നൽകി അതിലൂടെയൊക്കെ ശിഷ്യനെ കടഞ്ഞെടുത്ത് സ്ഫുടം ചെയ്ത് അവരെ എന്തിനും പറ്റിയവനാക്കി മാറ്റുക, അതാണ് അവരുടെ രീതി. എന്നാൽ മറ്റു ചിലാവട്ടെ താരതമ്യേന പൊതുവെ എളുപ്പമുള്ള മാർഗമായിരിക്കും. അത്ര വലിയ കർക്കശൊന്നും ഉണ്ടാവില്ല. കുറച്ചധികം നിസ്കരിക്കാൻ പറയും, നോമ്പ് വയ്ക്കാൻ പറയും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. മറ്റു ത്വരീഖത്താവട്ടെ രണ്ടിൻ്റെയും മധ്യയുള്ള രീതിയാണ്. അത്ര കർക്കശവുമല്ല, അത്ര വലിയ എളുപ്പമുള്ള വഴിയുമല്ല. രണ്ടിനും ഇടയ്ക്ക് വസതിയായ വഴി സ്വീകരിക്കുന്ന ത്വരീഖത്തുകളുമുണ്ട്. ഈ ത്വരീഖത്തുകൾക്കെല്ലാം വ്യത്യസ്തമായ മാർഗങ്ങളാണ് എന്നർത്ഥം. അപ്പോൾ ഒരു മുരീദിനെ സംബന്ധിച്ച്
ഏത് വേണം അവന് തീരുമാനിക്കാം. കുറച്ചുകൂടെ ദുർഘടമായ വഴിയിലൂടെ കടന്നുപോയാൽ അതിനനുസരിച്ച് കുറച്ചധികമായി ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് പറയുക. ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നത് പോലെ മലയുടെ മുകളിലേക്ക് ഏത് ഭാഗത്തു നിന്നും കയറാം. ഒരുപക്ഷെ ഒരു സൈഡ് നല്ല റോഡുണ്ടാകും, അങ്ങനെ പോയത് മേലേക്കെത്തും. മറ്റൊരു സ്ഥലത്ത് റോഡില്ല, സ്റ്റെപ്പാണ്, അങ്ങനെ കയറിപ്പോകാം. മറ്റൊരു ഭാഗത്ത് സ്റ്റെപ്പുമില്ല, അവിടെ ഇങ്ങനെ പഴയൊരു നടന്നു പോയ വഴിയുണ്ട്, ആ വഴിയിലൂടെ പോകാം. എന്നതൊന്നുമല്ല, അപ്പുറത്തൊരു പുതിയ വഴി വെട്ടിത്തെളിച്ചു പോകാം. കാടും അതേപോലെ മുള്ളുകളും എല്ലാം നിറഞ്ഞ അതിലൂടെ കടന്ന് വഴിയുണ്ടാക്കി അവന് പോകാം. എന്നാലും എത്തുക മേൽപോട്ടാണ്. ഇതാണ് ത്വരീഖത്തുകാർ ഉപമയായി പറഞ്ഞു കൊടുക്കുക. ഏത് വഴിക്ക് പോലും എത്തുക ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക്, ലക്ഷ്യമതാണ്, അങ്ങോട്ടെത്തുക. അത് ദുർഘടമായ വഴി സ്വീകരിച്ചാൽ ആ യാത്രക്ക് അല്പം പ്രയാസമുണ്ടെങ്കിലും അതിന് കുറച്ചുകൂടെ ആനന്ദം വർദ്ധിക്കും, വിശുദ്ധി വർദ്ധിക്കും. അതല്ല മുമ്പാലും ഉണ്ടാക്കി വെച്ച് എളുപ്പമുള്ള വഴി, ആ വഴിക്ക് പോയാലും അവിടെ എത്താം, കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് മാത്രം. എന്നാൽ എല്ലാം അടിസ്ഥാനമായി ലക്ഷ്യമാക്കുന്നത് റബ്ബിലേക്ക് എത്തുക, റബ്ബിൽ ലയിക്കുക, അവനെ ഫനാഹ് പ്രാപിക്കുക എന്ന ആ ലക്ഷ്യമാണ് എല്ലാ ത്വരീഖത്തുകാരനും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ത്വരീഖത്തിൻ്റെ ഒരു ആകത്തുക. പറഞ്ഞതുപോലെ 2-ാം നൂറ്റാണ്ടിലാണ് തസവുഫ് എന്ന് പറയുന്ന ചിന്താഗതി ലോകത്തുണ്ടായത്. പിന്നീട് അത് 3-4 നൂറ്റാണ്ടുകളിൽ കുറച്ചുകൂടി വ്യാപകമായി വന്നു. 5, 6, 7 നൂറ്റാണ്ടോടുകൂടി ശക്തമായ വേരോട്ടമുണ്ടാവുകയും ഒരുപാട് രാജ്യങ്ങളിലേക്ക് പടർന്നു പന്തലിക്കുകയും അങ്ങനെ ഇറാഖിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ ആരംഭിച്ച ഈ ചിന്താഗതികൾ പിന്നീട് ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് അത് വ്യാപിക്കുകയും അതൊരു വലിയ ചിന്താ പ്രസ്ഥാനമായി, ഭക്തി പ്രസ്ഥാനമായി പിന്നീട് വളരുകയുമാണ് ചെയ്തത്. അതാ ത്വരീഖത്തുകളുടെ ഒരു വളർച്ചാ ഘട്ടങ്ങൾ. ആദ്യഘട്ടം ചെറിയ രൂപത്തിൽ തുടങ്ങി, പിന്നീട് അത് വ്യാപിച്ചു തുടങ്ങി. 6, 7 നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്ക് വളരെ വ്യാപകമായ പ്രചാരം സിദ്ധിക്കുകയും അതിന് പ്രത്യേകമായ ഷർത്തും ഫർളും നിബന്ധനയുമെല്ലാം തയ്യാറാക്കപ്പെടുകയും ഒരുപാട് ശൈഖന്മാരുടെ പേരിൽ ധാരാളം ആളുകൾ ഉണ്ടാവുകയും ആ ത്വരീഖത്തിന്റെ നിയമാവലികൾ കിതാബുകളായി രചിക്കുകയും അതേപോലെ അവരുടെ പദ്യങ്ങളായി, അവരുടെ മദഹികളായി പദ്യങ്ങളും ഗദ്യങ്ങളുമൊക്കെ വിരചിക്കപ്പെടുകയും ചെയ്തത് 6, 7, 8 നൂറ്റാണ്ടുകളിലൂടെയാണ്. പിന്നീട് അത് വ്യാപകമായി വന്നു. ഇന്നും ലോകത്ത് പുതിയ പുതിയ ത്വരീഖത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ പോലും ഉണ്ടാക്കപ്പെട്ട ത്വരീഖത്തുകളുമുണ്ട്. ഇക്കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ, ഈ കാലത്ത് സ്ഥാപിതമായ ത്വരീഖത്തുകൾ പോലും കാണാൻ കഴിയും. ഇനിയും ആർക്കും വഴി ഉണ്ടാക്കാമെന്നാണ്. ഒരു മലയുടെ മുകളിലേക്ക് ആർക്കും വഴി വെട്ടിത്തെളിച്ചുണ്ടാക്കാവുന്നത് പോലെ ഇനിയും അങ്ങനെ വഴിയുണ്ടാക്കി ത്വരീഖത്തുണ്ടാക്കി പോകാൻ പറ്റും. പക്ഷേ യോഗ്യരായ ആളുകൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയാറുള്ളത്. ഈ ത്വരീഖത്തുകാർ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാനം അന്വേഷിച്ചാൽ ഇത് ഷിയാക്കളെ സൃഷ്ടിയാണ് എന്ന് കാണാൻ പ്രയാസമൊന്നുമില്ല. ഏത് ത്വരീഖത്തെടുത്താലും ആ ആശയം തന്നെ യഥാർത്ഥത്തിൽ ഷിയാക്കളിൽ നിന്നാണ്. ഷിയാക്കൾക്കാകട്ടെ അത് ലഭിച്ചത് ജൂതന്മാരിൽ നിന്നുമാണ്. ജൂതന്മാരാണ് ഷിയ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ തന്നെ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്തത്. മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുവാൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുവാൻ, വിശ്വാസം തകർക്കുവാൻ വേണ്ടി ജൂതന്മാർ ബോധപൂർവം ഉണ്ടാക്കിയിട്ട സംവിധാനമാണല്ലോ ഷിയായിസം. ആ ഷിയാക്കളാണ് പിന്നീട് തസവുഫ് എന്ന പേരിൽ ഈ സംവിധാനം ഉണ്ടാക്കിയത്. കാരണം തുടക്കക്കാരായ 3 പേരും അവർ ഷിയാക്കളായിരുന്നു. അവരുടെ വേരുകൾ ചെന്നെത്തുന്നതോ ജൂതന്മാരിലേക്കുമായിരുന്നു. അബ്ദുൽ കരീം സൂഫി എന്ന അബ്ദുക്ക എന്ന ചുരുക്കപ്പെറിയപ്പെടുന്ന അബ്ദുൽ കരീം സൂഫിയാകട്ടെ, അതേപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച തുടക്കക്കാരായ ഏതാളുകൾ എടുത്താലും ശരി, അവരൊക്കെ യഥാർത്ഥ ശുദ്ധ ഷിയാക്കളാണ്. അവിടെ പൂർവികന്മാർ ജൂതന്മാരാണ്, നിരീശ്വരവാദികളാണ്. അവരിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വന്നത്. ത്വരീഖത്തുകൾ, തസവുഫ് എന്ന ആ സംഭവം തന്നെ ഷിയ സൃഷ്ടിയാണ് എന്നർത്ഥം. അതിന് ഭക്തിയുടെ ഒരു രൂപം നൽകിയ ആളുകൾക്കിടയിലേക്ക് അവതരിപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏത് ത്വരീഖത്തെടുത്താലും അതിലെ വിശ്വാസങ്ങൾ, അതിലെ ആചാരങ്ങൾ, അവയുടെ ദിക്റുകൾ, അവയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ അടയാളങ്ങൾ, അവക്കെല്ലാം ഷിയായിസവുമായി അഭേദ്യമായ ബന്ധം കാണാൻ നമുക്ക് കഴിയും. അത് നമ്മൾ മുജാഹിദീങ്ങൾ മാത്രം പറയുന്ന ഒരു ആശയമല്ല. ഇന്ന് പൊതുവെ എല്ലാവരും അംഗീകരിച്ച തർക്കമില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അലവി സഖാഫി തന്നെ ആ ഭാഗം പറയും, നമുക്കൊന്ന് കേൾക്കാം. സഹോദരങ്ങളെ, നമ്മളാരും പെട്ടുപോകരുത്. ഇതൊക്കെ വലിയ തട്ടിപ്പുകളാണ്. ഈ ഇന്ന് കാണുന്ന ഒരുവിധം ത്വരീഖത്ത് എന്ന പേരിലുള്ള ഈ വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഘടക വിരുദ്ധമായ
ആശയങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കാണുന്ന ഒരുപാട് തരീഖത്ത് എന്ന പേരിലുള്ള പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, എത്രയോ, ഞാൻ പേര് എണ്ണിയാൽ അതിന് തന്നെ കുറേ സമയം കളയും, നമുക്കതിന് സമയമില്ല, അതുകൊണ്ട് ഞാൻ എണ്ണുന്നില്ല. അതിൻ്റെ ഒക്കെ മുരട് അസില് എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ ചെന്നെത്തുന്നത് ഷിയായിസത്തിലാണ്. ഷിയ എന്ന് പറയുന്ന, നമ്മൾ ഷിയാ പ്രസ്ഥാനം എന്ന് പറയല്ലോ, ഈ ഷിയായിസത്തിലാണ് ഇതിൻ്റെയൊക്കെ അസില് ചെന്ന് എത്തിപ്പെടുന്നത് എന്നത് ചരിത്രമാണ്. അത് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. കുറേ അധികം എത്തുന്നത് നമ്മളെ കൊണ്ടോട്ടിയിലുള്ള അവിടെ ഒരു തരീഖത്തും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അവിടെയിലേക്കാണ് ഇവിടെയുള്ള കുറേ തരീഖത്ത്. അതെ, അത് യാഥാർത്ഥ്യമാണ്. അഹ്ലുസുന്നക്ക് സമാന്തരമായി ഷിയാക്കളാ സ്ഥാപിതമായ സംവിധാനമാണ് ഈ ത്വരീഖത്തിന്റെ സംവിധാനം തന്നെയും. ഇപ്പൊ ഇപ്പൊ ആകെ പ്രയാസപ്പെടുന്നത് വ്യാജ ത്വരീഖത്തും എല്ലാ ത്വരീഖത്തും വേർതിരിക്കാനാണ്. ഇത് മാനദണ്ഡമല്ല. വ്യാജനും അല്ലാത്തും വേർതിരിക്കാൻ ഒരു മാനദണ്ഡം വേണം. എന്താ മാനദണ്ഡം? അതൊന്നുമില്ല. അതുകൊണ്ട് ഏതാ വ്യാജൻ ഏതാ അല്ലാത്തത് നിർവാഹമില്ല പറയാൻ. എന്താ അടിസ്ഥാനം പറയാം? ഒരു അടിസ്ഥാനം പറയാൻ കഴിയില്ല. ചിലർ പറയും ഇവരെ പൂർവികന്മാർ ഷിയാക്കളാണ്. അപ്പൊ ഇപ്പുറത്ത് ഈ പറഞ്ഞ മനുഷ്യന്മാരെ പൂർവികന്മാരെ മൊത്തം ലിസ്റ്റ് ചെയ്തിട്ട് മറ്റൊരു പറഞ്ഞാൽ നിങ്ങളും ഷിയാക്കളാണ്. പിന്നൊന്നും മിണ്ടാനില്ല. പണ്ട് സുന്നിയാഫ്കാർ ഒരു തുടർ പരമ്പര വന്നിരുന്നു ഈ ആലുവ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട്. അവർ ഖാദിരിയ ത്വരീഖത്താണ് എന്ന് അവകാശപ്പെടുക. ആലുവയിൽ ഒരു മനുഷ്യൻ വന്നു. അയാൾ ഈ കാലഘട്ടത്തിലെ കുതുബുസ്സമാനാണ് എന്നാണ് സ്വയം അവകാശപ്പെട്ടത്. യൂസുഫ് സുൽത്താൻ ഷാ അൽ ഖാദിരി എന്ന പേരിൽ ഖാദിരിയ ത്വരീഖത്തിന്റെ ഇപ്പോഴത്തെ ഷെയ്ഖാണെന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് സുൽത്താൻ ഷാ, അദ്ദേഹമാണ് കുതുബുസ്സമാൻ, ഈ കാലഘട്ടത്തിന്റെ കുതുബ്. ഈ കാലത്ത് ഈ നൂറ്റാണ്ടിൽ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വന്നയാള്. കുതുബുസ്സമാൻ മഞ്ചേരിയിൽ, കുതുബുസ്സമാൻ കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞ് കണ്ടമാനം പോസ്റ്റർ വന്നിരുന്നു. അവസാനം അയാൾക്ക് വയറ്റുന്നോക്ക് കുടിച്ചിട്ട് അങ്ങനെ അഡ്മിറ്റ് ആയിട്ട് അവനെ മരിച്ചതാണ്. ലൂസ് മോശം വന്ന് ആകെ ഇളകി മൂപ്പര് ബോധം കെട്ട് വീണ് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് ആള് മരിച്ചു. ലോകം നിയന്ത്രിക്കലാക്ക് സ്വന്തം വയറ് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അതാണ് ആലുവ ത്വരീഖത്ത്. അവൻ അവകാശവാദം ഇത് ഖാദിരിയ ത്വരീഖത്താണ് എന്നാണ്. ഖാദിരിയ ത്വരീഖത്തിന്റെ ഇപ്പോഴത്തെ ഷെയ്ഖാണ് ഇയാൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു. നമ്മൾ ദാറുൽ ഹുദയിൽ ഒരുപാട് കുട്ടികൾ ഒന്നാകെ, ഉസ്താദും കുട്ടികളും ഒന്നാകെ ഖാദിരിയ ത്വരീഖത്ത് പോയി. അന്നതിൽ ആലുവ ത്വരീഖത്തിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പോയി. സമസ്താകെ പുറത്താക്കാൻ നോക്കി, പക്ഷെ നിവൃത്തില്ല. അവിടെ വലിയ വലിയ പ്രഭാഷകന്മാർ പോലും, ഫൈസിമാരും ബാക്കവിമാരും ഒന്നാകെ പോയി ബൈഅത്ത് ചെയ്ത് ആലുവ ത്വരീഖത്ത് ആളുകളായി കൂടിയപ്പോൾ സുന്നി അഫ്കാർ വാരികയിൽ ഒരു തുടർ ലേഖനം വന്നു. ഈ ആലുവ ത്വരീഖത്ത് പിഴച്ചതാണ് സ്ഥാപിക്കാൻ വേണ്ടി. അതിനവർ തെളിവ് കൊടുത്തത് ഈ പറയുന്ന യൂസുഫ് സുൽത്താൻ ഷാ അൽ ഖാദിരിയുടെ പരമ്പര അവർ പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് പറഞ്ഞു ഈ പരമ്പരയിൽ ഒരുപാട് ഷിയാക്കളുണ്ട്, അതുകൊണ്ട് ഇത് പിഴച്ചവരാണ്. തൊട്ടടുത്ത മാസം ആലുവ ത്വരീഖത്തിന്റെ മാസികയുണ്ട് ജീലാനി എന്ന പേരിൽ. ആ ജീലാനി പതിപ്പില് അവർ പാണക്കാട്ട് തങ്ങളെ പരമ്പര എടുത്തു. അതിൽ 5 ആള് റൗണ്ട് ചെയ്ത ഈ 5 ആള് ഷിയാക്കളാണ്, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ചോദിച്ചു. അപ്പൊ സുന്നിയാഫ്കാർ നിർത്തി ലേഖനം. പിന്നൊന്നും പറയാ, ആ ലേഖനം നിർത്തി. കാരണം അതേപോലെ മാനദണ്ഡമില്ല. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, വ്യാജനേത് അല്ലാത്തതേത് വേർതിരിക്കാൻ എന്താ നിങ്ങൾ കൈവശം മാനദണ്ഡം? ഒന്നും പറയാൻ കഴിയില്ല. ഒരു ഷെയ്ഖ് പറയാ എനിക്ക് ഇൽഹാമുണ്ട്, എനിക്ക് ഇജാസത്തുണ്ട് എന്ന് പറയാൻ എന്താ ചെയ്യാ? നിർവാഹമല്ലോ, മാനദണ്ഡമൊന്നുമില്ല. അതുകൊണ്ട് സമസ്തയെ സംബന്ധിച്ച് 2 സമസ്ത ആയിക്കോട്ടെ, വ്യാജ ത്വരീഖത്ത് അല്ലാത്ത ത്വരീഖത്ത് എന്ന് പറയുക എന്നല്ലാതെ അത് വേർതിരിക്കാൻ മാനദണ്ഡമെന്ന് പറയാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ച് ത്വരീഖത്ത് തന്നെ വ്യാജനാണ്. അപ്പോൾ പിന്നെ വ്യാജ ത്വരീഖത്ത് എന്ന പ്രയോഗം ആവശ്യമില്ല. വ്യാജമദ്യം എന്ന് പറഞ്ഞ പോലെ മദ്യം തന്നെ വ്യാജാണ്, പിന്നെന്താ വ്യാജമദ്യം എന്ന് പറയുന്ന പോലെ ത്വരീഖത്ത് എന്ന സംവിധാനം തന്നെ വ്യാജനാണ്. അത് ഷിയാ സൃഷ്ടിയാണ്, അത് ജൂതന്റെ സൃഷ്ടിയാണ്, അത് അഹ്ലുസുന്നക്ക് സമാന്തരമായി സ്ഥാപിച്ചുണ്ടാക്കി പ്രചരിപ്പിച്ച സംവിധാനമാണ്. അത് ഓരോ പേരിൽ, ഓരോ നാട്ടിൽ, ഓരോ കോലത്തിൽ ഇറക്കുമതി ചെയ്തു എന്ന് മാത്രം. നമ്മുടെ നാട്ടിൽ തന്നെ ഈ കുണ്ടോട്ടി തങ്ങന്മാരെ ഇവിടെ എന്നാ തള്ളാൻ തുടങ്ങിയത്? ഇപ്പോഴല്ലേ തുടങ്ങിയത്. ഇപ്പൊ അവർക്കൊരു തർക്കമാണ്. കുണ്ടോട്ടി തങ്ങന്മാര് ഷിയാണ്, പറയാൻ പറ്റുമോ പറ്റൂലേ? അതാണ് ഇപ്പൊ AP സുന്നിയേക്കുള്ള വലിയ വിവാദം. ഒരു കൂട്ടർ പറയാൻ പറ്റൂല, മറ്റൊരു അല്ല പറയാൻ കഴിയും. എന്നിട്ട് പഴയ ചരിത്രം മാന്തേട് അവിടെ നമ്മൾ തങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ട്, പൊന്നാനി മഖ്ദൂമിമാർ ആക്ഷേപിച്ചിട്ടുണ്ട് ഇവരെ എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ വന്നപ്പോൾ
അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കുറച്ച ആളുകൾ രംഗത്ത് വന്നത്. ഒരു ഫൈസി പ്രസംഗിച്ചവർ പറഞ്ഞു, മമ്പളം ഞങ്ങൾ ഇതിനെതിരെ ശക്തമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ തിരിച്ചപ്പുറത്ത് അഹ്സനിമാർ രംഗത്ത് വന്നു, അത് തെളിയിക്കണം. അപ്പൊ നോക്കുമ്പോൾ തെളിയിക്കാതെ വൃത്തില്ല. അവസാനം തെളിയിക്കാൻ കൊടുത്ത ബുക്ക് വഹാബിയാളെ ബുക്ക, അത് അതിലും വലിയ ഗണിയിൽ പോയി. കെ മുഹമ്മദ് കരീം സാഹിബിന്റെ പുസ്തകത്തിലാണ് പറഞ്ഞത്, അത് മറ്റോ പിടി വഹാബിയാളെ ബുക്ക് അങ്ങ് തെളിവല്ലേ, ഇതാ പറഞ്ഞത് നിങ്ങൾ പഴിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അവർ തമ്മിലെ വിവാദം ഇപ്പോ വ്യാജനേത് ഒറിജിനൽ എന്ന് വേർതിരിക്കുന്നിടത്താണ്. യഥാർത്ഥത്തിൽ അതിൽ ഒറിജിനൽ ഇല്ല, എല്ലാം വ്യാജനാണ്. കൊണ്ടോട്ടി തങ്ങന്മാര് പോലുമല്ല, ഞാൻ ആയിട്ടും കാര്യമില്ല. മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരാള് ഇറക്കുമതി ചെയ്യപ്പെട്ട് മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർ കലാമില്ല എന്ന് പാട്ടുപാടി അന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങളെ ആ മുഹമ്മദ് ഷായുടെ അനുയായികളാക്കി മാറ്റാനാണ് അന്ന് ഇവിടെ ഉസ്താദുമാർ ശ്രമിച്ചത്. മുഹമ്മദ് ഷാ വലിയുള്ള മുഹമ്മദ് ഷാ അള്ളാന്റെ വലിയാണ്, മുരീദന്മാർ കലാമില്ല. മുരീദായി കഴിഞ്ഞാൽ പിന്നെ അരാബില്ല എന്നാണ് അന്ന് ഗ്യാരണ്ടി കൊടുത്തിരുന്നത്. അങ്ങനെയാണ് കുണ്ടോട്ടി തങ്ങന്മാർക്ക് ഇവിടെ എല്ലാ നിലക്കുമുള്ള വളർച്ച ഉണ്ടായത്. അവസാനം പിന്നെ അതൊക്കെ മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അത് തള്ളിക്കളയാൻ ശ്രമിച്ചുവെന്ന് മാത്രം. യഥാർത്ഥ ശുദ്ധ ഷിയായിസമായിരുന്നു അവർ കൊണ്ടുവന്നത്. കുണ്ടോട്ടി തങ്ങന്മാരെന്ന മുഹമ്മദ് ഷയും അയാളുടെ ബാക്കിയുള്ളവരുമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാൻ അന്ന് ശ്രമിച്ചത് ഒറിജിനൽ ഷിയായിസമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യവും കുണ്ടോട്ടി നേർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രകടനം, അതിന്റെ ഭാഗമായി ഉയർത്തിപ്പിടിച്ച ബാനർ കാണാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ബാനർ കണ്ടാൽ യഥാർത്ഥത്തിൽ ഏതോ ഒരു ഇറാനിലോ മറ്റു നടക്കുന്ന ഒരു ഷിയാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വല്ല പ്രകടനവുമാണോ എന്ന് തോന്നിപ്പോകും. ആ രൂപത്തിലാണ് അതിന്റെ ബാനറിൽ ഷിയാക്കളുടെ എല്ലാ ചിഹ്നങ്ങളും കണ്ടോ, യാ മുഹമ്മദ്, യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ. ഈ അഞ്ചാളും മോശം ഉണ്ടായിട്ടല്ല, പക്ഷേ ഷിയാക്കളെ സംബന്ധിച്ച് ഈ അഞ്ചാളുമാണ് അവിടെ എല്ലാം. അവർക്ക് അഞ്ചാളാണ് പ്രധാനം: അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ, മുഹമ്മദ് നബി. ഈ അഞ്ചു പേരാ ഷിയാക്കൾക്ക് അടിസ്ഥാനം. എന്നാണ്, എനിക്ക് 5 പേരുണ്ട് കാവലായിട്ട്. ഷിയാക്കൾ സാധാരണ പറയുന്ന പാട്ടാണ്. എനിക്ക് 5 പേരുണ്ട് കാവലിന്, അവരെ കൊണ്ട് എല്ലാ ഷർറും തടുക്കാൻ കഴിയും, നരകത്തിൽ രക്ഷപ്പെടാൻ കഴിയും. അതേപോലെ പ്ലാഗ് എല്ലാം എനിക്ക് തടയാൻ 5 പേര് മതി. അൽ മുസ്തഫ വൽ മുർത്തല വബ്നാഹുമാ വൽ ഫാത്തിമ. ഒന്ന് അൽ മുസ്തഫ, മുസ്തഫായ നബി, വൽ മുർത്തല, മുർത്തലായ അലി, വബ്നാഹുമാ, അവരുടെ 2 മക്കള്, വ ഫാത്തിമ, ഫാത്തിമയും. ഈ 5 പേരാണ് എനിക്കുള്ള 5 പേർ. ലീ ഖംസത്തുൻ, എനിക്ക് 5 പേരുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ മൗലിദ് കിതാബിൽ പോലും കാണാം ഈ പാട്ട്. മൗലിദ് കിതാബ് എടുത്താൽ 333 വക മൗലിദ് എടുത്താൽ ആ മൗലിദിൽ പോലും ലീ ഖംസത്തുൻ എന്ന ബെയ്ത്ത് എന്നൊരു ഹെഡിങ് കാണും. ലീ ഖംസത്തുൻ, എനിക്ക് 5 പേരുണ്ട് എന്ന ബെയ്ത്ത്. ഈ 5 പേരാണ്. അത് ഷിയാക്കളുടെ പഞ്ചദൈവങ്ങളാണ്. അതാണ് കുണ്ടോട്ടി നേർച്ചയുടെ ഭാഗമായി നടന്ന പ്രകടനത്തിന് ബാനറായി പിടിച്ചപ്പോൾ ആ ബാനറിൽ വന്നത് ഈ 5 പേരുകളാണ്. അഥവാ ഒറിജിനൽ ഷിയായിസം തന്നെയാണ് കുണ്ടോട്ടി തങ്ങന്മാർ വഴി ഇവിടെ പ്രചരിപ്പിച്ചത് എന്നർത്ഥം. എല്ലാം അങ്ങനെ തന്നെയാണ്. നൂറിഷാ ത്വരീഖത്ത് ഹൈദരാബാദിൽ നിന്ന് സമസ്തയാണ് ആദ്യം ഇവിടെ കൊണ്ടുവന്നത്. നൂറിഷാ തങ്ങളെ ഹൈദരാബാദിൽ നിന്ന് സമസ്തയാണ് കൊണ്ടുവന്നത്. ഇവിടെ എല്ലാ സൗകര്യം ചെയ്തു സമസ്തയാണ്. അദ്ദേഹത്തിന് അന്ന് സ്ഥലം വിട്ടുകൊള്ളി വഖഫായി നൽകി സ്ഥാപനമുണ്ടാക്കി, അദ്ദേഹത്തിന് ആസ്ഥാനമുണ്ടാക്കി ഇവിടെ കേരള മുസ്ലിമീങ്ങളെ നൂറിഷാ ത്വരീഖത്തിലേക്ക് പ്രമോട്ട് ചെയ്തത് അക്കാലത്ത് സമസ്തയായിരുന്നു. പിന്നീട് ചില സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ഉണ്ടായ ചില സ്ഥാനങ്ങൾ ചൊല്ലിയുള്ള ബഹളങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയായി നൂറിഷാ തങ്ങൾ തള്ളിപ്പറയുകയും അവസാനം നൂറിഷാ തങ്ങൾ കാഫിറാണ് എന്ന് ഫത്വ കൊടുക്കാൻ സമസ്ത തയ്യാറാവുകയും ചെയ്തു. അതാ ഇപ്പോഴും ജാമിഅ നൂരിയ, പട്ടിക്കാട് ഫൈസിമാരടങ്ങുന്ന സ്ഥാപനം ജാമിഅ നൂരിയ എന്ന പേര്. എന്താ ജാമിഅ നൂരിയ? നൂറിഷാ തങ്ങളെ ചേർത്തിയ നൂരിയ എന്നുള്ള പേര് തന്നെ. നൂറിഷാ തങ്ങളുടെ പേരിലാണ് അന്ന് അവിടെ സ്ഥാപനമുണ്ടായത്. അവർക്കാണ് സൗകര്യം നൽകിയത്. അതാ ജാമിഅ നൂരിയ. പിന്നീട് നൂറിഷാ തങ്ങൾ തള്ളിപ്പറഞ്ഞു. സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നൂറിഷാ തങ്ങളുടെ സ്ഥാനം പൊങ്ങി വന്നാൽ മറ്റു പല ആളുകളെയും സ്ഥാനം ഔട്ടാകുന്ന മനസ്സിലായപ്പോൾ അവർ തമ്മിലുണ്ടായ ആ പിടിവലി, അതിലാണ് പിന്നെ നൂറിഷാ തങ്ങൾ തള്ളിയതും
അവസാനം നൂർഷാ തങ്ങൾ കാഫിറാണ് എന്ന് ഫത്വ കൊടുക്കുകയും നൂർഷാ ത്വരീഖത്ത് വ്യാജമാണ് എന്ന് അവിടെ മുതൽ തീരുമാനിക്കുകയും ചെയ്തു സമസ്ത. അല്ലെങ്കിൽ നൂർഷാ ത്വരീഖത്തെ കൊണ്ടുവന്ന സമസ്തയാണ്. ഏറ്റവും പിഴച്ച ഉഗ്ര പിഴവുകൾ സംഭവിച്ച ത്വരീഖത്താണ് നൂർഷാ ത്വരീഖത്ത്. എല്ലാ ത്വരീഖത്തും ഒരുപോലെയല്ല. ചില ത്വരീഖത്ത് കുറച്ച് കടുപ്പം കൂടുതലാണ്. അതിൽപ്പെട്ട നൂർഷാ ത്വരീഖത്ത്, തീജാനിയ ത്വരീഖത്തൊക്കെ അതിൽപ്പെട്ട. നൂർഷാ ത്വരീഖത്ത്, തീജാനിയ ത്വരീഖത്തൊക്കെ കടുപ്പം കൂടിയതാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള ശിർക്കിന്റെയും കുഫറിന്റെയും വാദങ്ങൾ വരെ അടിസ്ഥാനവാദമായി സ്വീകരിക്കുന്ന ആശയമുള്ളവരാണ് നൂർഷാ ത്വരീഖത്ത്, തീജാനിയ ത്വരീഖത്ത്. തീജാനി ത്വരീഖത്തിലാണ് റഹ്മത്തുള്ളാഹി ഖാസിമി പോയത്. ശേഷം പറയാം. ഇങ്ങനെ ഏത് ത്വരീഖത്ത് വന്നാലും അതിനെല്ലാം ഇവിടെ യഥാർത്ഥത്തിൽ പ്രൊമോട്ട് ചെയ്തത് സമസ്തക്കാർ തന്നെയാണ്. ത്വരീഖത്ത് എന്ന ഒരു വഴി തുറന്നു കൊടുക്കുകയും അത് വലിയ ഭക്തിയുടെ തഖ്വയുടെ അടയാളമായി ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ സാധാരണക്കാർ പെട്ടുപോയി. അവരെ സംബന്ധിച്ച് പിന്നെ വ്യാജനേതല്ലാത്തത് വേർതിരിക്കാനൊന്നും പ്രത്യേകിച്ച് സംവിധാനമില്ല. ത്വരീഖത്ത് പറ്റുന്ന ഉസ്താദുമാർ പറയുകയും ചെയ്തു. അപ്പോൾ വരുന്നൊക്കെ ത്വരീഖത്ത് തന്നെയാണ്. തങ്ങളാന്ന് പറഞ്ഞാൽ പിന്നെ തങ്ങളായി, അത്ഭുതം കാണിച്ചാൽ പിന്നെ അയാൾ വലിയായി, കറാമത്തായി, ഷെയ്ഖായി, പച്ച വല്ലി കൂട്ടാ പിന്നെ എല്ലാം ആവുകയും ചെയ്തു. അങ്ങനെയാണ് ഇത്രയേറെ ത്വരീഖത്തുകൾക്ക് നമ്മുടെ നാട്ടിൽ വളക്കൂറായി മാറിയത്. അല്ലെങ്കിൽ ഇതെല്ലാം ചെന്നെത്തുന്നത് യഥാർത്ഥ ഷിയാക്കളിലേക്കാണ്. അവരാണ് അതെല്ലാം കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമേതുമില്ല. ശരിയായ ത്വരീഖത്ത് അതല്ല. മുഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും ഒക്കെ പഠിപ്പിച്ച ചില ത്വരീഖത്തുകൾ ഉണ്ട്, ഇല്ല എന്നല്ല. അതും കുറ്റമുക്തമൊന്നുമല്ല. എന്നാലും ഇന്ന് കാണുന്ന ഈ ത്വരീഖത്തുകളുടെ വിശ്വാസങ്ങളോ ശൈലികളോ അവരാരും പഠിപ്പിച്ചിട്ടില്ല എന്ന് ആ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശേഷം ഞാനത് പറയാം. അപ്പൊ ത്വരീഖത്തുകൾ വന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ ആളുകളെ അള്ളാഹുലേക്ക് അടുപ്പിക്കുക. അതിന് ചെയ്ത പണി ഇസ്ലാമിനെ മൂന്നാക്കി വേർതിരിച്ചു. ഇസ്ലാം എന്നാൽ മൂന്ന് തലമാണ്. ഒന്ന് ത്വരീഖത്ത്, മറ്റൊന്ന് ഹഖീഖത്ത്, മൂന്നാമത് ശരീഅത്ത്. ഇങ്ങനെ മൂന്നെണ്ണമാക്കി വേർതിരിച്ചു. നമ്മുടെ സമസ്ത മദ്രസയിലൊക്കെ പഠിപ്പിച്ചിരുന്ന അൽ അദ്കിയ എന്ന് പറയുന്ന തസൗഫിന്റെ കിതാബുണ്ട്. ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ടോ എനിക്കറിയില്ല, അല്ലാഹു അലം. ഞങ്ങളൊക്കെ സമസ്ത മദ്രസ പഠിച്ചപ്പോൾ അന്ന് സമസ്തയുടെ സിലബസിന്റെ ഭാഗമാണ് അദ്കിയ. സയ്യിദ് മഖ്ദൂം രചിച്ച ഒരു ചെറിയ പദ്യ സമാഹാരമാണ് അൽ അദ്കിയ. തസൗഫ് പഠിപ്പിക്കാൻ വേണ്ടി സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ആ അദ്കിയയിൽ പോലും പഠിപ്പിച്ച കാര്യമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണമാണ്. ഒന്ന് ശരീഅത്ത്, രണ്ട് ത്വരീഖത്ത്, മൂന്ന് ഹഖീഖത്ത്. ഫശരീഅത്തുൻ കസഫീനത്തിൻ ഫശരീഅത്തുൻ കത്വരീഖത്തിൻ ഫശരീഅത്തുൻ കസഫീനത്തിൻ. ശരീഅത്ത് എന്നാൽ കപ്പൽ പോലെയാണ്, ത്വരീഖത്ത് ബഹർ പോലെയാണ്, ഹഖീഖത്തോ മുത്ത് പോലെയാണ്. മൂന്ന് കാര്യം. ഒന്ന് ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്. അപ്പൊ ത്വരീഖത്ത് കടല്, ശരീഅത്ത് കപ്പല്, ഹഖീഖത്ത് മുത്ത്. അഥവാ കപ്പൽ കയറി കടലിലൂടെ സഞ്ചരിച്ച് മുത്തുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആ കപ്പലിൽ അയാൾ എടുത്തു ചാടി വെള്ളത്തിൽ മുങ്ങി ആഴങ്ങളിലേക്ക് ചെന്ന് മുത്തുകളെ വാരിയെടുക്കണം. ഇതാണ് ഒരാൾ മുസ്ലിമായി ജീവിക്കുന്നതിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്നാണ് തസവുഫിന്റെ ബേസ്. ആ ത്വരീഖത്ത് കപ്പലാണ്, ത്വരീഖത്ത് കടലാണ്, ശരീഅത്ത് കപ്പലാണ്. അപ്പൊ ശരീഅത്താന കപ്പലിൽ സഞ്ചരിക്കണം. ശരീഅത്താന മതനിയമങ്ങൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങി ഇസ്ലാമിന്റെ ബാഹ്യമായ നിയമങ്ങൾ, അതാണ് അവർ കപ്പലായി ഉപമിച്ചത്. ത്വരീഖത്താവട്ടെ സമുദ്രമാണ്. ശരീഅത്താകുന്ന കപ്പലിൽ ത്വരീഖത്താകുന്ന ബഹറിലൂടെ പോകണം. അപ്പൊ കപ്പലിൽ പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കപ്പിത്താന് വേണം. അല്ലെങ്കിൽ വെറുതെ ഒരു കപ്പലുണ്ടാക്കി ആ കപ്പലുമായി ചെന്ന് കടപ്പുറത്ത് ചെന്നിട്ട് കടലിലേക്ക് ഇറക്കി നമുക്കങ്ങനെ പോകാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ ഇറങ്ങിയാൽ ആ കപ്പൽ തൊട്ടടുത്ത തിരമാലയിൽ തകർന്നു പോകും. ഇവിടെ കപ്പിത്താന് വേണം. ആ കപ്പിത്താൻ അറിയാം എപ്പോഴാണ് ഇറക്കാൻ പറ്റുക, കാറ്റും കോളും എന്ന സമയം, അതേപോലെ തിരമാലകളുടെ ഗതി, അതെല്ലാം മനസ്സിലാക്കി ഇറക്കാൻ പറ്റിയ സമയം നോക്കി കപ്പിത്താൻ കപ്പൽ ഇറക്കി തരും. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് കപ്പൽ നിയന്ത്രിച്ച് ലക്ഷ്യത്തിലേക്ക് അയാൾ കൊണ്ടുപോകും. ആ കപ്പിത്താനാണ് ത്വരീഖത്തിന്റെ ഷെയ്ഖ്. ആ ഷെയ്ഖിന്റെ കൂടെയാണ് യാത്ര. ശരീഅത്താന കപ്പലിലൂടെ പോകണം. ആ കപ്പലിലൂടെ പോയി എത്ര വരെ പോകണം? എവിടെയാണോ മുത്തുള്ളത് അവിടെ വരെ. നമ്മൾ പോണത് എന്തിനാ? മുത്തെടുക്കാനാണ്. അപ്പം കപ്പലിൽ കയറിയാൽ സ്വാഭാവികമായും കപ്പലിൽ ചില നിയമങ്ങൾ ഉണ്ടാവും. സീറ്റ് ബെൽറ്റ് ധരിക്കണം, കയ്യും തലയും പുറത്തിടാൻ പാടില്ല, അതൊക്കെ ബസ്സിലൊക്കെ എഴുതിക്കണ പോലെ, കാറിലുള്ളത് പോലെ കപ്പലിലും ഉണ്ടാകും കുറേ നിയമങ്ങളൊക്കെ. ആ നിയമങ്ങളൊക്കെ പാലിക്കണം. എപ്പോ? കപ്പലിൽ ഉണ്ടാകുമ്പോൾ. അതാ ശരീഅത്ത് നിയമങ്ങൾ. നിസ്കരിക്കണം. എപ്പോ?
കപ്പലിലുള്ള കാലത്തോളം ഈ നിയമം ബാധകമാണ്. പക്ഷെ ആ കടലിന്റെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാലോ പിന്നെ അയാൾ സീറ്റ് ബെൽറ്റ് അയച്ചു, അയാൾ കപ്പലിന് എഴുന്നേറ്റു, അയാൾ വാതിൽ തുറന്നു, കടലിലേക്ക് എടുത്തു ചാടി, അയാൾ കടലിലേക്ക് മുങ്ങാൻ പോവുകയാണ്. ആ മുങ്ങിപ്പോണ മനുഷ്യനോട് പിന്നെ എന്താ ബെൽറ്റ് ഇടാത്ത ചോദിക്കും? ഇല്ലല്ലോ. എന്താ ബെൽറ്റ് ഇടാത്തത് എന്ന് ചോദിക്കൂല. ഇനി അത് ആവശ്യമില്ല, ബെൽറ്റ് ആർക്കാം? കപ്പലിരിക്കുന്നവയ്ക്കാണ്. ഇവൻ കപ്പൽ ഒഴിവാക്കി ചാടിയവനാണ്. ആ ചാടിപ്പോണ മനുഷ്യനോട് ബാങ്ക് കൊടുത്തു പള്ളിയിൽ പോകണില്ലാട്ടുണ്ടെങ്കിൽ പള്ളി എനിക്കല്ലേ, അത് എനിക്കല്ല. നിസ്കാരം ശരീഅത്തിന്റെ നിയമമാണ്. അത് ആർക്കാണ്? അത് കപ്പലിൽ സഞ്ചരിക്കുന്ന മനുഷ്യനാണ്. മറ്റോ കപ്പൽ ഒഴിവാക്കി ചാടിയവനാണ്. അവിടെ ആ ചാടിയവനെ നോക്കിയിട്ട് ഓ നോമ്പ് വയ്ക്കണില്ല, ഓ നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുണ്ട്? അപ്പോൾ ഒരു ഷെയ്ഖിനെ ചൂണ്ടിക്കാണിച്ച് നമ്മളിപ്പോൾ എന്താ ഷെയ്ഖ്, അയാൾ ഷെയ്ഖാകാം, നിസ്കരിക്കില്ലല്ലോ, അത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ കാലാക്കാനും കപ്പൽ ഇങ്ങനെ നട്ടം തിരിയാണ്. ജീവിതകാലം മുഴുവനും ഈ ശരീഅത്തായ കപ്പലിൽ നട്ടം തിരിയാണ് നമ്മളൊക്കെ. ഒരു കാലത്ത് ഇതിന്ന് ഈ പുറത്തേക്ക് ചാട്ടമില്ല. നമ്മളിങ്ങനെ 5 വക്ത് നിസ്കരിക്കുക, റമദാൻ മാസം നോമ്പ് വയ്ക്കുക, സക്കാത്ത് കൊടുക്കുക, സ്വലാത്തില്ല, ദിക്റില്ല, ഖുർആൻ ഓതുക, ഇങ്ങനെ ഹക്കും പാത്ത് നോക്കി ഇങ്ങനെ ജീവിക്കുക. കാലം എന്നിട്ട് എന്താ കിട്ടാനുള്ളത്? ഒന്നുമില്ല. കാലാകാലം ഈ കപ്പൽ ഇങ്ങനെ പോകാം, വേറൊന്നുമില്ല. ലക്ഷ്യത്തിലേക്ക് എത്തിയ കപ്പലിൽ ഇറങ്ങണ്ടേ? അത് ലക്ഷ്യം അറിയേണ്ടതാണ്. ആ ലക്ഷ്യമാണ് ത്വരീഖത്ത് ഷെയ്ഖ് ഇവന് കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് ചാടാൻ പോണ മനുഷ്യരോട് ചങ്ങായി ചാടല്ല എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ കുറേ കാലം കപ്പലിൽ പോണ്, ഇങ്ങനെ പൊയ്ക്കോ. ഞാനതല്ല, എനിക്ക് യാത്രക്ക് ലക്ഷ്യമുണ്ട്, അള്ളാഹുലേക്ക് എത്തണം. ഇതാണ് അവിടെ നമ്മൾ തമ്മിൽ വ്യത്യാസം. വല്ലവന് മുത്ത് വേണമെങ്കിൽ അവൻ ആദ്യം കപ്പലിൽ കയറണം. കപ്പലിൽ കയറി യാത്ര ചെയ്ത് കടലിലേക്ക് അവൻ മുങ്ങണം. അങ്ങനെ കടലിലേക്ക് മുങ്ങിയിട്ട് അവൻ മുത്ത് അവൻ വാരിയെടുക്കണം. എന്നതുപോലെ അള്ളാഹുവിലേക്ക് കിട്ടണമെങ്കിൽ, അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ, അള്ളാഹുവിലേക്ക് ലയിക്കണമെങ്കിൽ ത്വരീഖത്തിലെ ഷെയ്ഖിന്റെ കൂടെ ആ ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം യാത്ര പോകണം. ഏതിലൂടെ? ശരീഅത്തിലൂടെ. നിസ്കാരം ഒഴിവാക്കിയാൽ രക്ഷപ്പെടില്ല. അതാ ശരീഅത്ത് വേണമെന്നൊരു പറയും. എപ്പോൾ വേണം? ആദ്യ സ്റ്റെപ്പിൽ വേണം. ആദ്യ സ്റ്റെപ്പിൽ കപ്പലിലാണ്. കപ്പലിൽ പോണ സമയത്ത് നിസ്കരിക്കാം. അപ്പോൾ ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്ത് കയറിയാൽ ഓമ്പടെ ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ നോമ്പുണ്ടല്ലോ, നിങ്ങളാ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഇവിടെ അതൊക്കെ ഉണ്ട്. അതിപ്പോൾ ഉണ്ടാവും. ഇപ്പം കപ്പലിലാണ്. കുറച്ച് മുന്നോട്ട് പോയാൽ കപ്പൽ ചാടും. അപ്പം പിന്നെ CM മടവൂര്, കോയപ്പാപ്പ അടക്കമുള്ളതൊക്കെ ഒരു ചാടിയവരാണ്. പിന്നെ ഇവിടുത്തെ ബാങ്ക് ഒരിക്കൽ ബാധകല്ല. ഇവിടെ മാസം കണ്ടു, ഓണെന്ത് മാസം കാണത്? മാസം കണ്ടു റമദാനായി, ശവ്വാലായി, ശഅബാനായി, ഇതൊക്കെ നമുക്കല്ലേ. ഓനെ സംബന്ധിച്ച് അതൊന്നും ഇല്ല. അവരെ സംബന്ധിച്ച് മാസമില്ല, സൂര്യനില്ല, അതേപോലെ റമദാനില്ല, ശഅബാനില്ല, ഭൂമിയില്ല, ചന്ദ്രനില്ല, ആകാശമില്ല, ഒന്നുമില്ല. എല്ലാം കഴിഞ്ഞു. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല. നമുക്കതൊക്കെ ഉള്ളത്, ഓൽക്കിതൊന്നുമില്ല. ഓൽക്കിതെല്ലാം ഇല്ലാതായില്ല. ഒരു ഫനാ ആണ്, ലയിക്കയാണ്. പടച്ചറബിലേക്ക് ലയിച്ച് ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്ന പോലെ പടച്ചറബിലേക്ക് ലയിച്ചില്ലാതായി പോയി. പിന്നെ ഉപ്പ് എന്ന ഒരു പ്രത്യേകമായ അസ്തിത്വമില്ല. അത് കഴിഞ്ഞു. അത് ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പതില്ല. ഇപ്പത് വെള്ളത്തിന്റെ ഭാഗമായി മാറി. എന്നതുപോലെ അള്ളാഹു ലയിച്ച് ഇവൻ അങ്ങ് ഇല്ലാതായി മാറി. പിന്നെ അവന്റെ കണ്ണിൽ ഒന്നുമില്ല. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ യാതൊന്നുമില്ല. ലാ ഇലാഹ എന്നതിന്റെ അർത്ഥം അവിടുത്തെ മാറുമെന്നാണ് സൂഫികൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പറയാം. ഇതാണ് ത്വരീഖത്ത് പഠിപ്പിക്കുന്ന ഒരു ലക്ഷ്യം. ഈ ഷെയ്ഖാണ് ഇവൻ പരിചയപ്പെടുത്തുന്ന ത്വരീഖത്തിലെ ഷെയ്ഖ്. അപ്പം അവിടെ ഷെയ്ഖ് ഉണ്ട്, വേണമെങ്കിൽ വന്നു നോക്കുക, ഒന്ന് പോയോക്ക്. ഇത് ത്വരീഖത്ത് കൂടുന്നും വേണ്ട, ഒന്ന് പോയി കണ്ട് സംസാരിക്ക്. താല്പര്യമുണ്ടോ? എനിക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. അങ്ങനെ ചെന്ന് കപ്പിത്താനെ കണ്ട് പരിചയപ്പെട്ടപ്പോഴാണ് ഒരുപാട് മനുഷ്യന്മാരെ കൊണ്ടുപോയ തജ്രിബ പ്രാക്ടീസ് ചെയ്യാക്കുണ്ട്. എനിക്ക് വഴിയറിയാം, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ പറ്റിയ ആളാണ്. ആ സംസാരത്തിൽ മനസ്സിലായി. എന്നാൽ ഒന്നും ആലോചിക്കാനില്ല, കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യാം, ഞാനുണ്ട് കൂടെ. ഞാൻ കുറേ കാലം നിസ്കരിക്കണ്, കുറേ കാലം നോമ്പ് വയ്ക്കണ്, പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. ഇനി അത് പറ്റൂല. ഇനി അള്ളാഹുവിനെ കിട്ടണം. കാരണം നമ്മൾ നിസ്കരിക്കണം എന്തിനാണ്? സ്വർഗം കിട്ടാൻ. സൂഫി നിസ്കരിക്കണതോ അള്ളാഹിനെ കിട്ടാൻ. അതാ വ്യത്യാസം. നമ്മൾ നിസ്കരിക്കുന്നത് സ്വർഗം കിട്ടാനാണ്. നമ്മുടെ പേടി നരകത്തെയാണ്. സൂഫിയുടെ പേടി ഇതല്ല. സൂഫിയുടെ പേടി അള്ളാഹിനെ കിട്ടാതെ പോകുന്നതാണ്. സൂഫിക്ക് നരകം സ്വർഗം വിഷയമല്ല. നരക സ്വർഗം നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് വെച്ചതാണ്. അത് അള്ളാഹു തആല കപ്പലിൽ പോണ മനുഷ്യന്മാരെ ബേജാറാക്കാൻ. അതിനാണ്
ഇതൊക്കെ വെച്ചത്. അപ്പോൾ ഓനെങ്ങനെ ബേജാറായി കാണേണ്ട അതൊക്കെ പാലിച്ചോളും. തല പുറത്ത് ഇടാൻ പാടില്ല കേട്ടോ, പ്രശ്നം വരും. ബെൽറ്റ് ഊരാൻ പാടില്ല, പ്രശ്നം വരും. ഇതൊക്കെ ആർക്കാ? കപ്പലിൽ പോകുന്നവനാണ്. കപ്പൽ ഒഴിവാക്കി ചാടിയാനോ ഓന് പിന്നെ ബേജാറില്ലല്ലോ. ഈ പേടിപ്പിക്കാനാണ് നരകം സ്വർഗ്ഗമൊക്കെ. അതാണ് സൂഫിയായ റാബിത്ത് അദവിയ്യ. അവരെ പറ്റി സൂഫികൾ പറയുന്ന കഥയുണ്ട്. റാബിത്ത് അദവിയ്യ ഒരു കയ്യിൽ ഒരു പാത്രം വെള്ളവും മറ്റൊരു കയ്യിൽ തീയുമായി ഇറങ്ങി പുറപ്പെട്ടുന്നതാണ്. ഒരു കയ്യിൽ പാട്ട വെള്ളമുണ്ട്, മറ്റേ കയ്യിലോ ഒരു അല്പം തീയുമുണ്ട്, അതുമായി പോവാം. അപ്പം ശിഷ്യം വെച്ചല്ല, എവിടുക്കപ്പങ്ങളിൽ പോണത്? ഒന്നല്ല, ഞാൻ ഈ തീ കൊണ്ട് സ്വർഗം കത്തിക്കാൻ പോവാണ്, ഈ വെള്ളം കൊണ്ട് നരകം കെടുത്തി കളയാൻ പോവാണ്. അപ്പം എന്താ വെച്ചു? ആളുകളൊക്കെ ഇബാദത്തെടുക്കുന്നത് നരകത്തെ പേടിച്ചും സ്വർഗത്തിൽ ആഗ്രഹിച്ചുമാണ്, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്തില്ല. അതുകൊണ്ട് ആ നരകം വേണ്ട, സ്വർഗം വേണ്ട, അത് അവസാനിപ്പിക്കണം. മനുഷ്യന്മാർ നിസ്കാരം നോമ്പൊക്കെ സ്വർഗം കിട്ടാൻ വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി ആരും ഇബാദത്തെടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഇബാദത്ത് ആവശ്യമില്ല. അതുകൊണ്ട് സ്വർഗം ഇനി വേണ്ട, നരകം ഇനി വേണ്ട, ഞാൻ നരകം കത്തിച്ച് അത് ഇല്ലാതാക്കി വെള്ളമൊഴിച്ച് കെടുത്തിക്കളയാണ്, സ്വർഗമാകട്ടെ കത്തിച്ചാമ്പലാക്കാൻ പോവുകയാണ്, രണ്ടും ഇനി വേണ്ട, അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒപ്പമുള്ളവർ പറഞ്ഞു, അല്ല ഉസ്താദ് അത് പറ്റൂല, നരകം സ്വർഗം ഉണ്ടായിട്ട് തന്നെ മനുഷ്യന്മാർ നിസ്കരിക്കാൻ പറ്റുന്നില്ല, അപ്പം അത് ഇല്ലാതായാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അത് ശരിയാണ്, എന്നാൽ പിന്നെ അവിടെ നോട്ട്. അതുകൊണ്ട് സ്വർഗം നരകം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അന്നത്തോടെല്ലാം കലക്കി ഇല്ലാതാക്കി വിട്ടിരുന്നു. ഇതാണ് സൂഫി. നമ്മൾ റഹ്മത്തുള്ളാഹി ഖാസിം പറഞ്ഞല്ലോ, റഹ്മത്തുള്ളാഹി ഖാസിം പറഞ്ഞ സൂഫിക്ക് സ്വർഗം അന്യമാണ് എന്ന്. സൂഫിയെ സംബന്ധിച്ച് സ്വർഗമില്ലാതെ ആവശ്യമില്ല, അത് ഓനെ വിഷയമല്ല. കേട്ടോ നിങ്ങൾ ഖാസിമെ പറഞ്ഞത്. ഇവിടെ നമുക്ക് സൂഫികളെ മനസ്സിലാക്കാൻ കഴിയാത്തത്, സൂഫികൾ എന്ന് പറഞ്ഞത് ആശയ സൗന്ദര്യത്തിൻ്റെ ഉടമകളാണ്. അവർക്ക് അതിനപ്പുറമൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അവര് അള്ളാഹു അല്ലാത്തൊരു ചിന്ത അവരിലില്ല. അവർ സ്വർഗത്തെ പോലും കാണുന്നില്ല. സൂഫിക്ക് സ്വർഗം അന്യാണ്. അങ്ങനെയാണ് കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞില്ലേ, പടച്ചോനെ ഇന്ന നരകത്തിലുണ്ടെങ്കിലും എനിക്കത്ര വലിയ ബേജാറൊന്നുമില്ല. പിന്നെ എൻ്റെ നാട്ടിൽ മാവിലായിക്കാരായി കുറേ തമ്മാടികൾ ഉണ്ടായിരുന്നു. എന്നെ നീ നരകത്തിലിട്ടാൽ ആ മാവിലായിക്കാർ പിന്നെ നരകത്തിൽ കിടക്കുമ്പോൾ അവർ പറയും, ഇതൊക്കെ പറഞ്ഞ് നന്നായി നടന്നു എന്ന് നമ്മളെ മുന്നിൽ വയറു പറഞ്ഞിരുന്ന മൂല്യരാപ്പളയും നമ്മളെ കൂട്ടത്തിൽ തന്നെ വന്ന് കിടന്നല്ലോ എന്ന് പറയുമ്പോൾ, നിനക്ക് വല്ല മാനക്കളുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് നരകത്തിലല്ല ബേജാറൊന്നുമില്ല. ഇതൊരു സൗന്ദര്യമാണ്. അത് സൗന്ദര്യം എഴുതവില്ല. അതാണ് സൂഫി. ഒരു നരകം പ്രസംഗം. നരകം എന്താ? അത് സൃഷ്ടിയല്ലേ. സ്വർഗമോ? അത് സൃഷ്ടി. നരകത്തെ പേടിക്കാനില്ല, സ്വർഗത്തെ പ്രതീക്ഷിക്കാനില്ല. ആകെ ഒറ്റ ലക്ഷ്യം അള്ളാണ് നേടുക, വേറൊന്നുമില്ല. അപ്പൊ സ്വർഗം തരാ. നമ്മൾ കുട്ടികളെ വിളിക്കുമ്പോണ്ടല്ലോ, ഒരു മുട്ടായി തരാവാ എന്ന് പറഞ്ഞ പോലെ നിസ്കരിച്ചോ സ്വർഗം തരാൻ. അത് മനുഷ്യനെന്ന് തൽക്കാലം അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കാണിച്ചൊരു വഴി മാത്രമാണ്. മദ്യപിക്കാണ്, നരകമുണ്ട്, എന്തിനാ? തൽക്കാലം ഒന്ന് ഇട്ടിക്കാൻ. നമ്മൾ കുട്ടികൾ പറയില്ലേ, മര്യാദയ്ക്ക് അവിടെ നരകം നല്ലോണം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അത്രയേ ഉള്ളൂ, അത് വലിയ കാര്യമൊന്നുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ തസവുഫ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് 3 ദറജകളാണ് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 3 അർത്ഥമാണ്. KV എമ്പന്താവൂർ എന്ന് പറയുന്ന സമസ്തയുടെ എഴുത്തുകാരൻ, സുന്നി സാഹിത്യ തലവാട്ടിലെ കാവലാൾ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട KV എമ്പന്താവൂര്, അയാൾ വഹദത്തുമാലെ വ്യാഖ്യാനം എന്ന ഒരു പുസ്തകം എഴുതി. ആ വഹദത്തുമാലെ വ്യാഖ്യാനത്തിന് 37-ാമത്തെ പേജിൽ KV എമ്പന്താവൂർ എഴുതി വെച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 3 അർത്ഥമാണ്. ഒന്ന് സാധാരണക്കാരൻ്റെ അർത്ഥം, അഥവാ നമ്മുടെ നേരത്തെ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ കപ്പലിൽ പോണ മനുഷ്യന്മാർ, ഒരർത്ഥം. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ആർക്കാ? സാധാരണക്കാർക്ക്. ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം. അത് സാധാരണക്കാരൻ്റെ തൗഹീദാണ്. എന്നാൽ സാധാരണക്കാരൻ ഒരു ത്വരീഖത്തോടെ യാത്ര ആരംഭിച്ചു. അങ്ങനെ ത്വരീഖത്തോടെ പോയി അധ്യാത്മ യാത്രയുടെ ഒരു മൈൽക്കുറ്റി പിന്നിടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മാറുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ലക്ഷ്യമില്ല എന്നായി മാറുന്നു. അത് 2ാമത്തെ ഘട്ടം. ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്ത് ഷെയ്ഖിന്റെ കൂടെ യാത്ര തുടങ്ങി. ആദ്യത്തെ ട്രെയിനിങ്ങൾ കഴിഞ്ഞ് കുറച്ചൊക്കെ മുന്നോട്ട് പോയി അവനിങ്ങനെ അള്ളാഹുവിലേക്ക് സാമീപ്യം ആയി വരുമ്പോൾ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മാറും. അതെന്താ? ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ലക്ഷ്യമില്ല. എന്നിട്ട് KV എമ്പന്താവൂർ എഴുതി വെച്ചു, ഒരേ ഒരു ലക്ഷ്യം മാത്രമാണുള്ളത്. അതേതാ? സുഖിക്കലാണോ? അല്ല. ഭക്ഷണം കഴിക്കലാണോ? അല്ല.
വിവാഹം കഴിക്കാനോ അല്ല, സ്വർഗം നേടാനോ അല്ല, നരകത്തിൽ രക്ഷപ്പെടാനോ അല്ലേ അല്ല. പിന്നെന്താ ഉള്ളത്? അള്ളാഹുവിനെ നേടുക. ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ലക്ഷ്യമില്ല. അത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല എന്നാണ്. ഒരു ലക്ഷ്യമല്ല മാത്രം. ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ലക്ഷ്യമല്ല മാത്രം. അപ്പൊ അവന്റെ എല്ലാ ചിന്തയും അള്ളാഹ് നേടുക എന്നായി മാറുന്നതാണ്. അത് സൂറത്ത് കഹ്ഫിൽ ആയത്തും കൊടുത്ത ശേഷം എന്താണ്? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ. പടച്ച റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അമൽ സ്വാലിഹാത്ത് ചെയ്യട്ടെ എന്നാണ്. അപ്പൊ എന്തിനാ അമൽ സ്വാലിഹത്ത്? അള്ളാഹിനെ കണ്ടുമുട്ടുക, അള്ളാഹുവിലേക്കൊക്കെ ചേരുക, അതിനാണ് അമൽ സ്വാലിഹ്, അല്ലാതെ സ്വർഗം കിട്ടാനല്ല. പിന്നീട് അവര് യാത്ര തുടരുന്നു. ആ സൂഫിക്ക് പിന്നെയും പ്രമോഷൻ കിട്ടും. ആദ്യത്തെ ത്വരീഖത്തിലെ ഒരു സാധാ മെമ്പർ ആയിരിക്കും. പിന്നെ അവൻ ദറജ കൂടും. ദറജ കൂടി വ്യത്യസ്തമായ കാറ്റഗറിയുണ്ട്. എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായ കാറ്റഗറിയാണ് സൂഫികൾക്ക് ഈ ഔലിയാക്കന്മാരുടെ സ്ഥാനമാനങ്ങൾ. ചെറിയ ദറജ നുഖബാ നുജബ ഒക്കെ, അതിലേക്ക് ഒരു ആദ്യം കയറാൻ പറ്റും. നുഖബാവും പിന്നെ അങ്ങനെ പോയി അബ്ദാൽ എത്തിയാൽ അത് പ്രത്യേകമായ മർത്തബ. അബ്ദാൽ ബദലാവുക എന്ന അബ്ദാൽ. ഒരേ സമയം 40 സ്ഥലത്ത് വരെ ഓന് വരാൻ പറ്റുന്നത് അബ്ദാൽ ബദലാവുക. ഒരു തടിക്ക് പകരം മറ്റൊരു തടി, അവന്റെ ശരീരത്തിന് പകരം മറ്റൊരു ശരീരം, അങ്ങനെ ഒരേ സമയത്ത് 40 സ്ഥലത്ത് വരെ വരും. അതാ അബ്ദാൽ എന്ന് പറയുന്ന ആ ദറജ. നമ്മൾ കാന്തപുരം മുസ്ലിയാലൊക്കെ പണ്ട് പ്രസംഗിച്ചത് നമുക്ക് ഒരുപാട് കേട്ടതാണ്. അബ്ദാൽ ബുദല എന്നൊക്കെ പറയും. അവിടുന്ന് പിന്നെയും മേൽപ്പെട്ടു പോകും. പിന്നെ പോയി അവൻ അവസാനം ഔസ് കുത്തുബ് എന്ന ഏറ്റവും ടോപ്പ് ലെവൽ അങ്ങോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 40-400 എന്നുള്ള ലിമിറ്റൊന്നുമില്ല. ഓനെ സംബന്ധിച്ച് എല്ലാം അവൻ്റെ കയ്യിലായി, എല്ലാം അവൻ്റെ കൺട്രോളിലായി. പിന്നെ അവൻ തന്നെ മൊത്തം, ഓനം ഒരു വേറൊന്നുമില്ല, പടച്ച റബ്ബ് മാത്രം. ആ ലെവലിലേക്ക് എത്തും. അതാണ് ഇവന്റെ 3ാമത്തെ ദറജ. അധ്യാത്മയാത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ ദശയിലേക്ക് എത്തുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം മാറുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല. അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല, എല്ലാം അല്ലാഹ് മാത്രം. അല്ലല്ലാത്ത ഒന്നുമില്ല. അവന്റെ കണ്ണിൽ അല്ലാഹ് മാത്രമേ ഉള്ളൂ. അവനെ ശ്വാസോച്ഛ്വാസം വരെ അല്ലാ 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 എന്നായി മാറണമെന്നാണ് പിന്നെ നിയമം. അവന്റെ കണ്ണിൽ വേറൊന്നുമില്ല. ആകാശമില്ല, ഭൂമിയില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, പള്ളിയില്ല, അമ്പലമില്ല, ആ വക ഒന്നുമില്ല. ആ ബാങ്കുടുത്തം പള്ളിയിൽ പോവില്ല, കാരണം ഓനെ കേൾക്കുന്നില്ല. ഓനെ പള്ളിയും അമ്പലവും ഒരുപോലെയായി മാറി. അവനെ സംബന്ധിച്ച ഹറാം ഹലാലുകളില്ല, നിസ്കാരം നോമ്പില്ല. അവന്റെ മുമ്പിൽ ആകെയുള്ളത് അല്ലാ 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 അല്ലാ, അത് മാത്രമുള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് KVM എന്താ ഒരു ശേഷം എഴുതി, ഈ ആശയം ദഹിക്കാൻ 3ാമത്തെ മൈൽക്കുറ്റി പിന്നിടുക തന്നെ വേണം. അതിന് മുമ്പ് മനസ്സിലാവില്ല. കാരണം ഇഹത്തിലും പരത്തിലും മഷിയിട്ട് നോക്കിയാലും അല്ലാഹുവിനല്ലാതെ കാണുകയില്ല എന്ന് പറഞ്ഞാൽ ഏതൊരാളും ചോദിക്കും, അപ്പോൾ ഈ കാണുന്നതെല്ലാം പിന്നാക്കാണോ എന്ന് ചോദിക്കും എന്നാണ്. ഈ കാണുന്നതൊക്കെ പിന്നാക്കാണോ എന്ന് ചോദിക്കും. സ്ക്രീനിൽ കാണാൻ ആ വരികൾ. ഇഹലോകത്താകട്ടെ പരലോകത്താകട്ടെ എവിടെയാണെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ടോ, ഇഹത്തിലും പരത്തിലുമൊക്കെ മഷിയിട്ട് നോക്കിയാലും അല്ലാഹുവിനല്ലാതെ കാണില്ലെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കുക, പിന്നെ ഇക്കാണെന്ന ഒക്കെ പിന്നാക്കാണോ എന്നായിരിക്കും. പിന്നാക്കല്ല, കാരണം പിന്നാക്കും ഇല്ല, ഉള്ളത് അല്ലാഹു മാത്രം. എന്നിട്ടോ ഉള്ളത് സത്യത്തിൽ അല്ലാഹു മാത്രം. പിന്നാക്കായി നാം കാണുന്നതും പിന്നാക്കല്ല, അല്ലാഹുവിന്റെ ചൈതന്യമാണ്. ആ ലെവലിലേക്ക് പോയി എത്തണം എന്നാണ്. പിന്നെ ഓനെ മുമ്പിൽ അല്ലല്ലാത്ത മറ്റൊന്നുമില്ല. കാണുന്നൊക്കെ അല്ല, കേൾക്കുന്നൊക്കെ അല്ല, എല്ലാം അല്ല, അതല്ലാത്ത മറ്റൊന്നുമില്ല. എന്നിടാ അവനും നിങ്ങളുമടക്കം, ഞാനും നിങ്ങളുമടക്കം സകല പ്രപഞ്ചങ്ങളും അല്ലാഹുവിന്റെ ചൈതന്യങ്ങൾ മാത്രം. അവ ഒന്നും ഇല്ല, ഉള്ളത് അല്ലാഹു മാത്രം. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല. ഇതാണ് സമ്പൂർണ്ണ മനുഷ്യരുടെ തൗഹീദ്. കലിമയുടെ സാക്ഷാൽ ആശയവും ഇത് തന്നെയാകുന്നു. അതാണ് ശരിയായ തൗഹീദ്, സമ്പൂർണമായ തൗഹീദ്. സാക്ഷാൽ കലിമന്റെ ആശയം എന്താ? ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല എന്നൊരു പറയാം. അതുകൊണ്ടാണ് ശൈഖ് ബീജാൻ ഔലിയ പാപ്പയുടെ വരികൾ ഓർക്കുക. ലാ കണ്ണ ഇല്ലല്ലാഹ്, ലാ മൂക ഇല്ലല്ലാഹ്,
ലാ ലിസാന ഇല്ലല്ലാഹ് ലാ കല്ല ഇല്ലല്ലാഹ് എന്ന് ബിലാൽ പാപ്പ പറഞ്ഞു. എന്താ? ഒന്നുമില്ല. ലാ കണ്ണ ഇല്ലല്ലാഹ്, കണ്ണില്ല അല്ലാഹു അല്ലാതെ, മൂക്കില്ല അല്ലാഹു അല്ലാതെ, ലാ ലിസാന നാവില്ല ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ, ലാ കല്ല ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഒരു കല്ലുമില്ല, എല്ലാം അല്ലാഹ് തന്നെ, അല്ലല്ലാത്ത മറ്റൊന്നുമില്ല, എല്ലാം അല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല. ആ ദർജയ്ക്ക് എത്തുമ്പോഴാണ് അവർ തന്നെ എഴുതി വെച്ചു അൽ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകത്തിൽ. അൽ ഇൻസാനുൽ കാമിൽ എന്ന സമ്പൂർണ്ണ മനുഷ്യൻ. എന്താ സമ്പൂർണ്ണ മനുഷ്യന്? ഈ ദർജയ്ക്ക് എത്തിയ ആള്, അതാ സമ്പൂർണ്ണ മനുഷ്യൻ. ആ ദർജയിലേക്ക് എത്തിയ ഒരാളെയാണ് അവർ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് അവർ പരിചയപ്പെടുത്തുന്നത്. ഈ ദർജയിലേക്ക് എത്തിയ ആളുകളെയാണ്. ആ ആളുകളെ പറ്റി ഇവർ തന്നെ എഴുതി വെച്ചെന്തറിയോ? ആ ലെവലിലേക്ക് എത്തുമ്പോൾ പിന്നെ അവനെ സംബന്ധിച്ച് എല്ലാം അല്ലാഹു ആണ്, അല്ലാഹു അല്ലാത്ത മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഓരോ അണുവിലും അവനുണ്ട്. അതിനാൽ വിഗ്രഹങ്ങളുടെ പൊരുളും അവൻ തന്നെയാണ്. അതിനാൽ അവർ ആരാധിക്കുന്നതും അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയുമല്ല. വിഗ്രഹത്തെ ആരാധിച്ചാൽ അതും പഠിച്ചോടെ തന്നെ. ഒരാൾ വിഗ്രഹത്തെ ആരാധിച്ചു, ആ ആരാധനയും അല്ലാഹ്ക്ക് തന്നെയാണ്. കാരണം എന്താ? എന്തിനെ ആരാധിച്ചാലും അത് അല്ലാഹുവിനെ ആയേ വരൂ. ആരാധകർഹൻ അവൻ മാത്രം. ഇതൊന്നും അറിയാതെ വിഗ്രഹങ്ങൾ ആരാധിച്ചാലും അത് അല്ലാഹുവിനുള്ള ആരാധനയാകുന്നു. അവരുടെ ഉദ്ദേശവും നിയ്യത്തും എന്തായാലും കുഴപ്പമില്ല, ആരാധന അല്ലാഹുവിന് തന്നെയായേ വരൂ. ഓന് ആരാധിച്ച ബിംബത്തെയാണ്, ആ ബിംബം അല്ലയാണ്. എന്തിനാരാധിച്ചാലും അല്ലയാണ്, അല്ലല്ലാത്ത മറ്റൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അല്ലയാണെന്നായി അർത്ഥം, ഒരു തിരിച്ചർത്ഥം വെച്ചത്. ബിംബത്തിനാരാധിച്ചോ അതും അല്ല തന്നെ, കല്ലിനാരാധിച്ചോ അതും അല്ലാഹു തന്നെ, മഴത്തിനാരാധിച്ചോ അതും അല്ലാഹു തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ എന്തിനെ ഇബാദത്താലും ശരി അതൊക്കെ പഠിച്ചോൻ തന്നെയാണ്, അല്ലല്ലാത്ത മറ്റൊന്നുമില്ല എന്ന് അൽ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകത്തിൽ അതേ കെ.വി. എമ്പന്താവൂർ തന്നെ എഴുതി വെച്ചത് കാണാൻ കഴിയും. മാത്രവുമല്ല അവർ തന്നെ പരിചയപ്പെടുത്തി. അതുകൊണ്ടാണ് മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞത്, വല്ലാ നിർത്തിയതും എന്നെ വിളിപ്പോർക്ക് ബൈബിൾ അതുത്തീരം ചെയ്യും ഞാനെന്നോവർ എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാകുന്നു എന്ന് കെ.വി. മുസ്ലിയാരുടെ തന്നെ തുഹ്ഫത്തുൽ മുർസല, ആത്മജ്ഞാനം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലും ഇതേ ആശയം അദ്ദേഹം എഴുതി വെച്ചു. എന്താ? ആരെ ആരാധിച്ചാലും എന്തിനാണ് ആരാധിച്ചാലും അതെല്ലാം യഥാർത്ഥത്തിൽ പടച്ച റബ്ബിനുള്ള ആരാധന തന്നെയാകുന്നു എന്ന് പഠിപ്പിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, അയാൾ പരമസത്തയെ പ്രാപിക്കുന്നതോടെ തൻ്റെ വ്യക്തിത്വമെല്ലാം അല്ലാഹുവിൽ മറയുന്നു. പിന്നെ ആ വ്യക്തിയെ വിളിച്ചാൽ വിളി കേൾക്കുന്ന അല്ലാഹു ആയിരിക്കും, അഥവാ അല്ലാഹുവിനെ വിളിച്ചാൽ വിളി കേൾക്കുന്നത് ആ വ്യക്തിയുമായിരിക്കും. ആ വ്യക്തിനെ വിളിച്ചാൽ അല്ലാഹു വിളി കേൾക്കും, അല്ലാഹുവിനെ വിളിച്ചാൽ ആ വ്യക്തി വിളി കേൾക്കും. കാരണം എന്താ? ആ വ്യക്തി അല്ലാഹ് എന്ന രണ്ടില്ല, ഒന്നായി മാറി. അതാണ് മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞത്, വല്ലാ സ്ഥലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ എന്നിട്ട് പറയും. ഈ അവസ്ഥയിലെത്തിയ പുണ്യാത്മാവിന് പ്രപഞ്ചങ്ങളിലെ ഓരോ അണുവിലും അല്ലാഹുവിനെ അല്ലാതെ കാണാൻ കഴിയില്ല. ഫന അഥവാ ആത്മവിസ്മൃതിയുടെ സമ്പൂർണതയും തരണം ചെയ്ത അവസ്ഥയാണിത്. ശിശുക്കളുടെ നിഷ്കളങ്ക മനസ്സുള്ളവർക്ക് വേഗം ഇതൊക്കെ നേടാൻ കഴിയും. കരകളഞ്ഞ മനസ്സ് അതിവേഗം മുന്നേറി മഹത്വങ്ങളുടെ കൊടുമുടികൾ കീഴടക്കും എന്നാണ്. അപ്പൊ ആ അവസ്ഥയ്ക്ക് എന്താണ്? ഫന, ആത്മവിസ്മൃതി, സ്വയം ഇല്ലാതായി പോവുക, അല്ലാഹുവിലേക്ക് ലയിച്ചു ചേർന്ന് ഇല്ലാതായി മാറുക. ഇതാണ് ത്വരീഖത്തുകാരുടെ അടിസ്ഥാനം. ഇങ്ങനെ റബ്ബിലേക്ക് ലയിക്കാനുള്ള വഴി കാണിക്കാൻ രംഗത്ത് വന്ന വ്യത്യസ്തമായ വഴികൾ അതാണ്. ഒന്ന് ഖാദിരിയ്യ, മറ്റൊന്ന് റിഫാഇയ്യ, നഖ്ശബന്ദിയ്യ, സുഹ്റവർദിയ്യ, ഐദറൂസിയ്യ, ചിസ്തിയ്യ തുടങ്ങി നൂറുശയും ആലുവയും ആലുന്തളയും തീജാനിയയും ബദവിയയും അടക്കമുള്ള ആയിരക്കണക്കായ ത്വരീഖത്തുകൾ. ഇവരൊക്കെ അവകാശപ്പെടുന്നത് ഞങ്ങളുടെ ശൈഖിന്റെ പിന്നാലെ കൂടിയാൽ അല്ലാഹുവിലേക്ക് എത്താം. ആ ഓരോ ശൈഖിനും അല്ലാഹുമായി ഡയറക്റ്റ് ബന്ധമുണ്ട് എന്നാണ്. കാരണം ഈ ശൈഖ് അല്ലാഹുവിലേക്ക് ലയിച്ചവനാണ്. ഈ ശൈഖ് അല്ലാഹുവിലേക്ക് ലയിച്ചവനാണ്. അതുകൊണ്ട് ആ ശൈഖിന് അല്ലാഹുവിൽ നിന്ന് നേർക്കുനേരെ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. അല്ലങ്ങനെ നേർക്കുനേരെ പറഞ്ഞു കൊടുക്കും. ഒന്നുകിൽ അല്ലാഹു തന്നെ നേർക്കുനേരെ സംസാരിക്കും, അല്ലെങ്കിൽ അയാളുടെ മനസ്സിലേക്ക് അല്ലാഹു തന്നെ അങ്ങനെ ഇട്ടുകൊടുക്കും. അല്ല അവർക്ക് നമ്മളെ ആയത്ത് ഹദീസ് നോക്കേണ്ട ആവശ്യമില്ല.
അപ്പം അവർ ദിക്ർ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കും ഈ ദിക്ർ ഹദീസിലുണ്ടോന്ന്. ചങ്ങായി ഹദീസ് അനക്കല്ലേ, നമുക്കെന്താ ഹദീസ് കളി? ഹദീസ് ആർക്കാം? അത് കപ്പലിൽ പോലുള്ള നിയമമാണ്. അമ്പിയാക്കൾ വന്നത് കപ്പലിലെ നിയമങ്ങൾ പഠിപ്പിക്കാനാണ്, ശരീഅത്ത് നിയമങ്ങൾ പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് അത് നോക്കിയിട്ട് മുങ്ങുമ്പോഴുള്ള നിയമം നോക്കിയാൽ അത് കിട്ടൂല എന്നറിയാം. അമ്പിയാക്കൾ വന്നത് എന്തിനാ? ശരീഅത്ത് നിയമങ്ങൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങി ശരീഅത്ത് നിയമങ്ങൾ പഠിപ്പിക്കാനാണ് പ്രവാചകൻ അല്ലാഹ് അയച്ചത്. അവിടെ ഖുർആനിലും ഹദീസിലൊന്നും അങ്ങനെ നോക്കിയാൽ ഇതൊന്നും കാണാൻ കഴിയില്ല. അത് ഇത് പഠിപ്പിക്കാർക്കിതല്ല, അത് അല്ലാഹ് വേറെ വഴിക്ക് കൊടുത്തിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് വഹയി കൊടുത്ത് നബിയുടെ സ്വഹാബത്ത് പഠിച്ച് താബിഈകൾ പഠിച്ച് അങ്ങനെ കൈമാറിപ്പോകുന്നത് ശരീഅത്ത് നിയമങ്ങളാണ്. അതേ സമയത്ത് അല്ലാഹു തആല മറ്റൊരു വഹയി കൂടി കൊടുക്കുന്നുണ്ട് എന്നാണ്. അത് മുഹമ്മദ് നബിക്ക് കിട്ടും. ഖിദ്ർ നബിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹെഡ് ഓഫീസ്. അവിടെ നിങ്ങളുടെ അലി അബി ത്വാലിബിനെ കൈമാറിക്കൊടുത്തു. അങ്ങനെ അലിയിലൂടെ ഹസൻ ഹുസൈനിലൂടെ കൈമാറി വന്ന മറ്റൊരു വഴി അപ്പുറത്തുണ്ട്. അതാ ത്വരീഖത്തിലെ ശൈഖന്മാരുടെ പരമ്പരക്ക് അങ്ങോട്ടായി എത്തുക. മറ്റൊരു ശരീഅത്ത് പഠിപ്പിക്കാവുന്നവരാ. അതുകൊണ്ട് ബുഖാരി മുസ്ലിമൊക്കെ മറച്ചു നോക്കിയിട്ട് ഇതിലിപ്പോൾ നിങ്ങൾ പറഞ്ഞ ദിക്ർ എവിടെ, നിങ്ങൾ പറഞ്ഞ സ്വലാത്ത് എവിടെ വെച്ചാൽ അത് കാണൂല. അത് പഠിപ്പിക്കാനുള്ളതല്ല ആ കിതാബ്. അത് പഠിപ്പിക്കാനല്ല നബി വന്നത്. അത് ഖിദ്ർ നബിന് നേർക്കുനേരെ ലഭിക്കും. അതേപോലെ അള്ളാഹു നേർക്കുനേരെ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകും. ഹദ്ദസനി ഖൽബി അർ റബ്ബി, സൂഫി പറയാ എൻ്റെ കൽബിനോട് പറഞ്ഞു, എൻ്റെ കൽബിനോട് അള്ളാഹ് പറഞ്ഞു. ഖലാസ്, വേറെ സനദൊന്നുമില്ല. അത് പറയും അഖദ്തും ഇൽമക്കും ഹയ്യൻ അൻ ഹയ്യിൻ, അഖദ്തും ഇൽമക്കും മയ്യിതൻ അൻ മയ്യിത്തിൻ വഅഖദ്നാ ഇൽമനാ ഹയ്യൻ അൻ ഹയ്യിൻ. നിങ്ങളൊക്കെ ഇൽമ എവിടുന്ന? മരിച്ച ആളുകളിൽ നിന്നാണ്. നിങ്ങൾ ഹദീസ് എവിടുന്നാ പറയാ? ഇമാം ബുഖാരി പറഞ്ഞു. ഇമാം ബുഖാരി എവിടെ? മരിച്ചുപോയി. ഇമാം ബുഖാരിക്ക് എവിടുന്നേ കിട്ടി? ഇന്നാൾ പറഞ്ഞു. അയാൾ എവിടെ? മരിച്ചുപോയി. അയാൾക്ക് എവിടുന്നേ കിട്ടി? ഇന്നാൾ പറഞ്ഞു. ഇവിടെ മരിച്ചുപോയി. ഇതല്ലേ ഇപ്പം ഞങ്ങളെ ഇൽമ്? ഞങ്ങളെ ഇൽമോ ഹയ്യൻ അൻ ഹയ്യിൻ, ജീവിച്ചിരിപ്പുള്ളവർ ജീവിച്ചിരിപ്പുള്ളവർ സ്വീകരിച്ച ഇൽമാണ്. അതെന്താ? ഹദ്ദസനി ഖൽബി, എൻ്റെ കൽബിനോട് പറഞ്ഞു, എൻ്റെ കൽബിനോട് അല്ലാഹ് പറഞ്ഞു. അപ്പം ഞാൻ ഈ സ്വഹീഹും ദഈഫൊന്നുമില്ല. നമ്മൾ ഈ സ്ഥലത്തൊക്കെ നോക്കിയിട്ട് ഇയാൾ ദഈഫാണ്, ഇയാൾക്ക് മെമ്മറി കുറച്ച് കുറവാണ്, അയാൾ കുറച്ച് പ്രായമായപ്പോൾ അത് മറന്നാളാണ്, അവിടെ ഈ ഹദീസ് സ്വഹീഹല്ല. നിങ്ങൾക്കില്ല, അതൊക്കെ ഞങ്ങൾക്കില്ല, ആവശ്യമില്ല. ഒന്നുകിൽ പടച്ചറബിന് നേരെ കിട്ടും. അത് നബിയോട് ചോദിക്കുന്ന, നബിയോട് ഉറക്കത്തിലും ചോദിക്കാം, ഉണർച്ചയിലും ചോദിക്കാം എന്നാ സൂഫി പറയാം. നബിയുമായി കണ്ടുമുട്ടുന്ന ഏകദത്തം മനാമ, ഒന്നുകിൽ നേർക്കുനേരെ നബിയുമായി സംഗമിക്കുക. അപ്പം നബിയോട് ചോദിക്കുക, നബിയെ ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ പറഞ്ഞേക്കണോ? ആ പറഞ്ഞേക്കണ്. അപ്പം ഇമാം ബുഖാരി ഒരുപാട് കാലം അന്വേഷിച്ച് നടന്ന് നാട് മുഴുവൻ യാത്ര ചെയ്ത് തെരഞ്ഞു പിടിച്ച് അദ്ദേഹം അവസാനിച്ചത് മൗലു ആണ്, നിർമ്മിതമാണ്. അപ്പം നേരെ പോയി നബിയോട് ചോദിച്ചു, നബി ഇത് നിങ്ങൾ പറഞ്ഞതാണോ? അത് ഞാൻ പറഞ്ഞതാണ്. ഖലാസ്, പിന്നെ എന്ത് നോക്കാനില്ലല്ലോ. അപ്പം ഞങ്ങളൊക്കെ ലൈവാണെന്നാ, ഞങ്ങളെല്ലാ ഇൽമും ലൈവായി കിട്ടുന്നതാണ്. അതുകൊണ്ട് അതിന് പിന്നെ ദഈഫ് മൗലു ഒന്നും ഉണ്ടാവില്ല. അത് നിങ്ങളെ ആ ഒരു അളവുകോല് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ പ്രശ്നമായിരിക്കും. കടലിക്ക് ചാടിയൊരുത്തന് ഓൻ ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലെ, ഓൻ ബെൽറ്റ് ഇടുന്നല്ലോ, ഓൻ ബെൽറ്റ് കൂടി ചാടിയവനാണ്. പിന്നെ ഓൺ നോക്കിയിട്ട് ഓൻ എന്താ ബെൽറ്റ് ഇടാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പോയത്താണ്. അതുപോലെയാണ് നിങ്ങൾ ത്വരീഖത്തിന് നടക്കുന്നത് എന്നാണ് ഇവർ പറയുക. എന്നാൽ അതിന് ഓരോരുത്തർ രംഗത്ത് വരിക, ഞാനാണ് ഇപ്പം ത്വരീഖത്തിൻ്റെ ആള്, ഞാനാണ് ഇപ്പം അതിൻ്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഷെയ്ഖുമാരായി രംഗത്ത് വരികയാണ് ത്വരീഖത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ദറജകൾ കാണിച്ചു കൊടുത്ത് അതിലൂടെ ആളുകൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള വഴി എന്ന മട്ടിലാണ് ഇവർ കൊണ്ടുവരിക. അപ്പോൾ അവരെ സംബന്ധിച്ച് പിന്നെ ഹറാം ഹലാലില്ല, നിസ്കാരം നോമ്പ് അവർക്ക് ബാധകമല്ല, അതേപോലെ ആണും പെണ്ണും വ്യത്യാസമില്ല, മനുഷ്യനും അല്ലാത്ത വ്യത്യാസമില്ല. അപ്പോൾ ചിലപ്പോൾ പെണ്ണിന് കൈ പിടിക്കും, നമ്മുടെ കണ്ണിൽ അത് പെണ്ണാണ്, ഓൻ്റെ കണ്ണിൽ പെണ്ണുകാണ് എന്ന വ്യത്യാസം തന്നെ ഇല്ല. ഓൻ്റെ കണ്ണിൽ അതൊക്കെ അള്ളയാണ്, അവൻ്റെ കണ്ണിലൊക്കെ അള്ളയാണ്, അവിടെ ആണും പെണ്ണും ഇല്ല. ഒരു കല്ലും ഒരു മരവും ഒരു മനുഷ്യനും ഷെയ്ഖിന് മുമ്പിൽ ഒരുപോലെയാണ്. ഷെയ്ഖ് ഇതൊക്കെ കാണുന്നത് പഠിച്ചവനായിട്ടാണ്. അതുകൊണ്ട് അവിടെ എന്തു ചെയ്താലും പ്രശ്നമല്ല. അപ്പോൾ അവർ എഴുതി വെച്ചു, ചിലപ്പോൾ ഷെയ്ഖ് മദ്യപിക്കും, നമുക്കാണ് മദ്യം, ഷെയ്ഖിന് എന്ത് മദ്യം? ഷെയ്ഖിന് പഠിച്ചവനാണ്, കള്ളയാണ്, അല്ലാതെ മദ്യമൊന്നുമല്ല. നമുക്ക് തോന്നുന്നത് എന്താ അപ്പോൾ ഷെയ്ഖ് അവിടെ കള്ളുഷാപ്പിൽ വലിക്കുന്നുണ്ടല്ലോ, കുപ്പി വാങ്ങി കുടിക്കുന്നുണ്ടല്ലോ. ഷെയ്ഖിനെ സംബന്ധിച്ച് കള്ളുഷാപ്പും പഠിച്ചവനാണ്, കുപ്പിയും പഠിച്ചവനാണ്, കള്ളും പഠിച്ചവനാണ്. പിന്നെന്താ പ്രശ്നം? ഒരു സൂഫി തൻ്റെ ശിഷ്യന്മാരുമായി സ്ഥിരമായി സ്വവർഗത്തിൽ ഏർപ്പെടുമായിരുന്നു എന്നാണ്. അപ്പം ചോദിച്ചപ്പോൾ എന്താ? ഷെയ്ഖിൻ്റെ പ്രകാശം അവരിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. പിന്നെ ഇപ്പം നിർത്തില്ലല്ലോ, പിന്നെ എന്താ പറയുക? അപ്പം അത് വലിയ കറാമത്തായിട്ടാണ് പറഞ്ഞത്. അവിടെ ഹറാമില്ല, അത് ഹറാമുങ്ങൾക്കാണ്, അത് അവിടെ ശരീഅത്ത് നിയമങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതൊക്കെ ഒഴിവാക്കി അവിടുത്തെ ചാടി അവിടുത്തെ മുത്തുവാരാൻ വേണ്ടി പോണ മനുഷ്യന്മാരാണ്, ഞങ്ങൾക്കിത് ബാധകമല്ല. നടന്നു പോകുന്ന വഴിയിൽ
സ്വന്തം കഴുതപ്പുറത്ത് ശിഷ്യനും ഉസ്താദും കൂടി പോകുമ്പോൾ അബ്ദുൽ കരീം ജയിലിൽ എഴുതി വെച്ചതാണ് ജാമിഉൽ കറാമത്ത് ഔലിയായിൽ, യൂസുഫ് നബ്ഹാനി എഴുതി വെച്ചതാണ്. അയാൾ പറഞ്ഞു ശിഷ്യൻ്റെ കൂടെ കഴുതപ്പുറത്ത് പോവുകയാണ്. പോണ വഴിക്ക് ഉസ്താദ് നിർത്തി, വണ്ടി നിർത്തി, ഇറങ്ങാൻ ശിഷ്യനോട്. ഇറങ്ങിയിട്ട് പറഞ്ഞു ആ കഴുതൻ്റെ തലന്ന് പിടിക്കുകയാണ്. ഓൻ തല പിടിച്ചു. ഇയാൾ ബാക്കിൽ പോയിട്ട് കഴുതനെ പരിപാടി എടുത്തു. കാരണം എന്താ മൂപ്പർക്ക് അപ്പം ഇൽഹാമെന്നാണ്, ചോദിക്കാൻ പാടില്ല. റിയാദയുടെ ഭാഗമാണ്, ട്രെയിനിങ് ആണ്. കാരണം അയാളെ കണ്ണിൽ കഴുതല്ല, ഒക്കെ പഠിച്ചോനാ. ലാ മൗജൂദ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ വേറൊന്നുമില്ല. ഈ ലെവലിലേക്ക് എത്തണം എന്നാണ്. അതാണ് ഫനാ, അള്ളാഹുലേക്ക് ലയിച്ചു പോകുന്ന അവസ്ഥ. ആ ലെവലിലേക്ക് എത്തിയാൽ പിന്നെ ഓണതൊന്നും ബാധകമല്ല. അപ്പോൾ നിസ്കരിക്കാത്ത ഔല്യ ഉണ്ടാകും. നമ്മുടെയൊക്കെ എങ്ങനെയാണ് നിസ്കരിക്കാത്ത ഔല്യാകാന്ന്? അതുണ്ടാകും. കുറേ കാലം നിസ്കരിച്ചിട്ടാണ് പിന്നെ ഈ ലെവലിലേക്ക് എത്തിയത്. കുറേ കാലം നിസ്കരിച്ചു, അങ്ങനെ അള്ളാഹുലേക്ക് ലയിച്ച് റബ്ബിൻ്റെ ഭാഗമായി മാറി. ഇരയാക്കത് ബാധകമല്ല. അപ്പം ഈ ശരീഅത്തിൻ്റെ കണ്ണട വെച്ചുകൊണ്ട് വരെ നോക്കാൻ പറ്റൂല. അവിടുന്ന് ലെവല് മാറിയിട്ടുണ്ട്. വേറെ റേഞ്ചാണ്. അതുകൊണ്ട് ആ കോയപ്പാപ്പ താജുൽ ഔലിയായി മാറി. അതുകൊണ്ട് ആ CM മുദബ്ബിർ ആലമായി മാറി, ലോകം നിയന്ത്രിക്കുന്ന ആളായി മുദബ്ബിർ ആലമായി മാറി. നമ്മൾ ചോദിക്കും എങ്ങനെ ഇപ്പോൾ CM നിസ്കരിക്കില്ലല്ലോ, സ്വർണ്ണം മുതലിട്ടല്ലോ, സ്വർണ്ണം ചെയിനിട്ടല്ലോ, സിഗരറ്റ് വലിച്ചല്ലോ. നമുക്കാണ് സിഗരറ്റ്, മൂപ്പയ്ക്ക് സിഗരറ്റല്ല. നമുക്കാണ് സ്വർണ്ണം, മൂപ്പയ്ക്ക് സ്വർണ്ണമില്ല. മൂപ്പരെ സംബന്ധിച്ച് എല്ലാം പടച്ചോനാണ്. ലാ മൗജൂദ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല. ശ്വാസോച്ഛ്വാസം വരെ അല്ലാ 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 എന്നായി മാറുന്ന ഒരു സൂഫിയെ പറ്റി പറഞ്ഞത് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല എന്നാണ്. അയാളെ പേടി ലാ ഇലാഹ എന്ന് പറഞ്ഞ ഉടനെ അയാൾ മരിച്ചാൽ കാഫിറായി പോവില്ലേതാ. ഇല്ലല്ല പറഞ്ഞ മുമ്പ് മരിച്ചാൽ ലാ ഇലാഹ, ഒരൊറ്റ ഇലാഹും ഇല്ലാന്നല്ലേ. ഇല്ലല്ല പറയാൻ സമയം കിട്ടിയതിന് മുമ്പ് മരിച്ചുപോയി. അപ്പം എന്താവുക? കാഫിറായിട്ട് മരിച്ചു. അതുകൊണ്ട് ലാ ഇലാഹ പറയാൻ പറ്റൂല. ഇവിടെ നിർത്തി. ലാ ഇലാഹ എന്ന് പറയുന്നത് നിർത്തിക്കാൻ. അത് പറയുമ്പോൾ പേടിയാണ്. ലാ ഇലാഹ എന്നാണ് പറയുമ്പോൾ എങ്ങാനും ശ്വാസം പിടിച്ച് അല്ലെങ്കിൽ റൂഹ് പിടിച്ച് പോയാൽ കാഫിറായിട്ട് മരിച്ചു പോകും. അവിടെ ലാ ഇലാഹ എന്ന് വേണ്ട, അത് ഒഴിവാക്കി. ഇബ്നു അറബി എന്ന് പറയുന്ന ഷെയ്ഖുൽ അക്ബർ, സമസ്തക്കാർ ഷെയ്ഖുൽ അക്ബർ എന്ന് പരിചയപ്പെടുത്തിയ ആളാണ് ഇബ്നു അറബി. അക്ബരിയ ത്വരീഖത്തിന്റെ നേതാവ് മുഹിയുദ്ദീൻ ഇബ്നു അറബി അക്ബരിയ ത്വരീഖത്തിന്റെ ആള്. അങ്ങേയറ്റത്തെ കുഫ്ർ എഴുതി വെച്ച ആളാണ്. ഏറ്റവും വലിയ മുഅ്മിനാണ് ഫിർഔനാണ് ഇബ്നു അറബി എഴുതി വെച്ചത്. വലിയ മുഅ്മിനാണ് ഫിർഔൻ. കാരണം എന്താ? ഫിർഔൻ പറഞ്ഞത് അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാ റബ്ബ് എന്നാണ്. അത് ശരിയാണ്. മൂസാ നബിക്ക് മനസ്സിലായില്ല. കാരണം മൂസാ നബി വന്നത് ശരീഅത്ത് പഠിപ്പിക്കാനാണ്. ഫിർഔനോ അതിനപ്പുറത്തുള്ളവരോ. അപ്പോൾ ഫിർഔന് പറഞ്ഞത് ശരിയാണ്, ഞാൻ റബ്ബാണ്. ശരിയാണ്, ഫിർഔന് റബ്ബാണ്. റബ്ബല്ലാത്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഫിർഔന് റബ്ബാണ്. പക്ഷേ മൂസാ നബിക്ക് മനസ്സിലായില്ല. അവിടെ മൂസാ നബിയും കൂടെയുള്ള ആളുകളും ഫിർഔനിനെ മുസ്ലിമായി അംഗീകരിച്ചില്ല. യഥാർത്ഥത്തിലോ ഏറ്റവും വലിയ ഈമാന്റെ ഉടമയാണ് ഫിർഔൻ. അതുകൊണ്ട് അല്ലാഹു തആല ഫിർഔനെ രക്ഷപ്പെടുത്തി. മാത്രമല്ല അല്ലാഹുക്കറിയാം ഫിർഔന് മരിച്ചാൽ ഇവര് മയ്യത്ത് പോലും കുളിപ്പിക്കുക. കാരണം ഓല കണക്കിൽ ഫിർഔന് കാഫിറാണ്. അള്ളാഹിന്റെ കണക്കിലോ ഫിർഔന് നല്ല 1-ാം നമ്പർ മുഅ്മിനാണ്. അപ്പോൾ ഫിർഔന് മരിച്ചാൽ മയ്യത്ത് കുളിപ്പിച്ചേ പറ്റുള്ളൂ. പക്ഷേ മൂസാ നബി കുളിപ്പിക്കുക എന്നല്ലാക്കറിയാം. അതുകൊണ്ട് അല്ലാഹു തആല ഫിർഔനെ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി. ഇനി വേറെ കുളിപ്പിക്കണ്ടല്ലോ. അതാ എഴുതി വെച്ചതവര് ഫുതുഹാത്തുൽ മക്കിയ എന്ന പുസ്തകത്തിൽ സൂഫിയിലൊക്കെ എഴുതി വെച്ചതാണ്. ഫിർഔൻ അല്ലാഹു വെള്ളത്തിൽ കൊണ്ടുപോയാണ് മുക്കി. അതുകൊണ്ട് ഫഖറജ മിനദ് ദുനിയാ താഹിറൻ മുതഹറ, ദുനിയാവെന്ന് പോയത് പരിശുദ്ധനായിക്കൊണ്ടും പരിശുദ്ധനാക്കപ്പെട്ടുകൊണ്ടുമാകുന്നു. എല്ലാത്തിനും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു തആല ഫിർഔനെ സ്വീകരിച്ചത് എന്ന്. കാരണം അല്ലാതെ മരിപ്പിച്ചാൽ ഒരുപക്ഷെ മയ്യത്ത് കുളിപ്പിക്കാനും തയ്യാറാവില്ല. അതുകൊണ്ട് അതിന് പരിഹാരമായി കൊണ്ട് ഫിർഔൻ അല്ലാഹു വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിയത് അള്ളാഹുവിനെ മയ്യത്ത് കുളിപ്പിച്ചതാണ് എന്നാണ് സൂഫികളുടെ വിശ്വാസം. ഇബ്ലീസ് വലിയ മുഅ്മിനാണെന്നാണ്. ഇബ്ലീസ് വലിയ മുഅ്മിൻ. കാരണം എന്താണ്? ഇബ്ലീസ് പറഞ്ഞതാണ് ഞാൻ ആദമിന് മുമ്പ് സുജൂദ് ചെയ്യൂല. അത് ശരിയാണ്. അതുകൊണ്ട് ഇബ്ലീസ് വലിയ മുഅ്മിനാണ്. പക്ഷേ നബിമാർക്ക് മനസ്സിലായില്ല. ജാമിഉൽ കറാമത്തിൽ ഔലിയായിലോ ഷെയ്ഖിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഒരു ദിവസം പള്ളിയിൽ കണ്ടു വന്നു. നേരെ ജുമാന്റെ സമയത്താണ് കയറി വന്നത്. വന്നപ്പോൾ പൂർണ്ണ നഗ്നനാണ്, ഒന്നും ധരിച്ചിട്ടില്ല, തുണിയില്ല, കുപ്പായില്ല, ഒന്നുമില്ല. മുപ്പത് കയ്യിൽ വാളുണ്ട്. ആ വാളും പിടിച്ച് നേരെ പള്ളിയിൽ കണ്ട് കയറി വന്ന് നേരെ മിമ്പർമക്കാണ്ട് കയറി. ആളൊക്കെ പറഞ്ഞ വേജ ഏത റബ്ബി ഭ്രാന്തന്, ഒരു വാളും പിടിച്ച് തുണികുപ്പായൊന്നും ഇല്ലാതെ ഒരുത്ത മിമ്പർമ കയറിക്കാണ്. കാരണം മൂപ്പറിക്കുന്ന തുണികുപ്പായും ഒന്നുമില്ലല്ലോ. കേറിന് മാത്രമല്ല മിമ്പർമ കേട്ട് ഇയാൾ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ലക്കും, ഇലാഹുമില്ല, ഇല്ലാ ഇബ്ലീസ്,
ഇബ്ലീസ് അല്ലാത്ത ഇലാഹില്ല, ഇത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അലൈഹി സ്വലാത്തു വസ്സലാം. ആൾക്കാരൊക്കെ പാടുന്നത് ഇയാളെങ്കിൽ ഏതായി ചങ്ങാതി മെമ്പറമ്പ് ചെയ്യാണ്ട് ഈ വക കുഫർ പറയണത്. ഇയാൾ വാളൊങ്ങി ഒന്നാകെ ആൾക്കാർ പടി ഇറങ്ങി ഓടി പള്ളിക്കുന്നത് ജുമാ ബാത്തിലായി. അങ്ങനെ ആളൊക്കെ ജുമാ നഷ്ടപ്പെട്ടു, ഇവരെ പുറത്തിറങ്ങി. അങ്ങനെ അടുത്ത പള്ളിക്കുന്ന് ആളുകൾ ജുമായിഞ്ഞ് വരുമ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളെ പള്ളിയിൽ നിന്ന് ആകെ കുളമായി പോയി, ഏതോ പിരാന്തം കയറി വന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടി ഞങ്ങളെ ജുമാ ആകെ നാശായി. അവിടെ ഉണ്ടായിരുന്നോ? അയാൾ അവിടെ ഉണ്ടായിരുന്നല്ലോ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഇയാൾ അവിടെ ഉണ്ട്. അപ്പം അന്വേഷിച്ചപ്പോഴാണ് അന്ന് ആ ചുറ്റുഭാഗത്തുള്ള എല്ലാ പള്ളിക്കലും ഇതേ സമയത്ത് ഇയാൾ വന്ന് ഇതേ പണി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി ഇയാൾ ഔലിയാണ്. എല്ലാ പള്ളിക്കും മൂപ്പര് പോയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും ഇതേപോലെയാണ് പോയി, ഒന്നും കൊടുക്കാതെ പോയത്. എല്ലാ സ്ഥലത്തും മിമ്പർമക്കൽ ഇതന്നെയാണ് പ്രഖ്യാപിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് മൂപ്പര് ഔലിയാണ്. അല്ല മൂപ്പര് ശൈത്താനെന്നല്ല മനസ്സിലായത്. ഇത് എഴുതി വെച്ചതാ ജാമിഉൽ കറാമത്ത് ഔലിയ എന്ന കിതാബിൽ കറാമത്തായി രേഖപ്പെടുത്തി വെച്ചതാണ് ഈ കഥ. ഈ തലത്തിലേക്ക് കൊണ്ടുപോയി. കാരണം എന്താ, ഒക്കെ മുഅ്മിനാണ്, മുഅ്മിനീങ്ങൾ അല്ലാത്ത ഒന്നുമില്ല, അല്ലല്ലാത്ത ഒന്നുമില്ല, എല്ലാം അള്ളയാണ്. അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയുന്ന എല്ലാ സൂഫികളും അംഗീകരിക്കുന്ന ഷെയ്ഖാണ് അബൂ യസീദ് അൽ ബിസ്താമി. എല്ലാ ത്വരീഖത്തിലും സ്വീകരിക്കും, സമസ്തക്കാരും സ്വീകരിക്കും. ആ അബൂ യസീദ് അൽ ബിസ്താമി നടന്നെങ്ങനെ പോകുമ്പോൾ ഒരു മനുഷ്യൻ ഇരുന്നിട്ട് റൊട്ടി കഴിക്കുകയാണ്. അവിടെ ഇരുന്ന് റൊട്ടി കഴിക്കി തിന്നുന്നുണ്ട്. അപ്പോൾ അബൂ യസീദ് പറഞ്ഞു അർ-റബ്ബു യഅ്കുലുർ റബ്ബ, റബ്ബ് റബ്ബിനെ തിന്നുന്നു. തിന്നുവാൻ റബ്ബാണ്, തിന്നപ്പെടുന്ന ആ റൊട്ടി അതും റബ്ബാണ്, റബ്ബല്ലാത്തൊന്നുമില്ല. ഇബ്നു അറബി സുബ്ഹാനല്ലാഹ് ഒഴിവാക്കി. സുബ്ഹാനല്ലാഹ് പറയേണ്ട ആവശ്യമില്ല. മുമ്പ് പറഞ്ഞു എന്തിനാ സുബ്ഹാനല്ലാഹ്? അയാൾ പറഞ്ഞു സുബ്ഹാനി സുബ്ഹാനി മാ അഅ്ളമ ശഅനി, ഞാൻ എത്ര പരിശുദ്ധനാണ്, കാരണം ഞാൻ തന്നെയാണ്, ഞാൻ അള്ളയാണ്. അപ്പൊ സുബ്ഹാനല്ലാഹ് പറയേണ്ട ആവശ്യമില്ല. സുബ്ഹാനി സുബ്ഹാനി, ഞാൻ എത്ര പരിശുദ്ധനാണ് ഇബ്നു അറബി തസ്ബീഹ് ചെയ്യാറുള്ളത്. അബൂ യസീദ് ബിസ്താമി തന്നെ പറഞ്ഞത് ഖുൽനാ ബഹ്റൻ വഖഫൽ അംബിയാഉ ബിസാഹിരിഹി, ഞങ്ങളൊക്കെ ഇതാ ഒരു കടലിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, അമ്പിയാക്കൾ പോലും ആ കടലിന്റെ തീരത്ത് നിൽക്കുകയാകുന്നു. അമ്പിയാക്കൾക്ക് ഇറങ്ങാൻ ധൈര്യമില്ലാത്ത, ഇറങ്ങാൻ പേടിച്ച് കരയിൽ നിന്ന് ഒരു കടലുണ്ട്, ആ കടലിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് അബൂ യസീദ് ബിസ്താമി പറഞ്ഞത്. ഇങ്ങനെ ധാരാളം അവരുടെ വചനങ്ങളായി ഉദ്ധരിക്കപ്പെട്ടവ കാണാൻ കഴിയും. അബൂ യസീദ് തന്റെ ജുബ്ബങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്, മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്, ഈ ജുബ്ബക്കുള്ളിൽ അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല, കാരണം ഞാൻ അള്ളയാണ് എന്ന് പറഞ്ഞതാണ്. ഇബ്നു അറബി പറയുമായിരുന്നു വയഅ്ബുദുനി വഅഅ്ബുദുഹു വയഹ്മദുനി വഅഹ്മദുഹു, അല്ലാഹു എന്നെ ആരാധിക്കുന്നു, ഞാൻ അല്ലാഹുവിനെയും ആരാധിക്കുന്നു, അവൻ എന്നെ സ്തുതിക്കുന്നു, ഞാൻ അവനെയും സ്തുതിക്കുന്നു, കാരണം ഞാൻ അവനെ എന്ന വ്യത്യാസമല്ല, ഞങ്ങൾ രണ്ടും ഒന്നാണ്. അൽ അബ്ദു റബ്ബുൻ വർ-റബ്ബു അബ്ദുൻ വയാ ലൈത ശഅരി മനിൽ മുകല്ലഫു, അടിമ തന്നെയാണ് ഉടമ, ഉടമ തന്നെയാണ് അടിമ. അതുകൊണ്ട് ആർക്കാണ് മതനിയമങ്ങൾ ബാധകമാവുക എനിക്കറിയില്ല. ഇബ്നു അറബിന്റെ വാചകാണ്. ഷെയ്ഖുൽ അക്ബർ, അക്ബരിയ ത്വരീഖത്തിന്റെ സ്ഥാപകൻ, സമസ്തക്കാർ ഒന്നടങ്കം ഷെയ്ഖുൽ അക്ബർ എന്ന് പരിചയപ്പെടുത്തിയതാണ് ഇബ്നു അറബി. ആ ഇബ്നു അറബി പറയാണ് പടച്ചോനും അടിമയും ഒന്നാണ്, അതുകൊണ്ട് നിങ്ങൾ പറയാൻ നിസ്കരിക്കണമെന്ന്. ആരാ നിസ്കരിക്കേണ്ടത്? അല്ലാഹ് നിസ്കരിക്കണോ അടിമ നിസ്കരിക്കണോ? ആരാ നിസ്കരിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടും ഒന്നാണ്. ഇൻ ഖുൽത അബ്ദുൻ ഫഹുവ റബ്ബുൻ വഇൻ ഖുൽത റബ്ബുൻ ഫഅന്നാ യുകല്ലഫൂൻ, ആര് നിസ്കരിക്കണമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാ അടിമ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ അതെന്നല്ലേ ഉടമ. ഇന്നതല്ല ഉടമ നിസ്കരിക്കണം പറഞ്ഞാലോ അതെങ്ങനെ പഠിച്ചോണ്ട് നിസ്കരിക്കാൻ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ആരാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എനിക്കറിയില്ല, രണ്ടും ഒന്നാകുന്നു എന്ന് പ്രഖ്യാപിച്ച ഇബ്നു അറബി. ഇങ്ങനെ തുടങ്ങി ശുദ്ധമായ കുഫർ, ശുദ്ധമായ നിരീശ്വരവാദം, അദ്വൈതവാദം, കുഫറിന്റെ സാക്ഷാൽ പതിപ്പായ അദ്വൈതവാദം, വഹദത്തുൽ വുജൂദ്, അദ്വൈതം, ദ്വൈതം എന്നതില്ല, രണ്ട് എന്ന അവസ്ഥയില്ല, എല്ലാം ഒന്നാണ് എന്ന വഹദത്തുൽ വുജൂദ്, അസ്തിത്വമെല്ലാം ഒന്നായി മാറുക എന്ന കുഫറിലേക്കാണ് എല്ലാ ത്വരീഖത്തുകാരും യഥാർത്ഥത്തിൽ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതിൽ ആദ്യം കയറി ബൈഅത്ത് ചെയ്യുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. കുറെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ പിന്നെ ഇത് ബോധ്യപ്പെടാൻ സാഹചര്യം ഉണ്ടാകണമെന്നുമില്ല. ഓരോ ത്വരീഖത്തുകാരനും വ്യത്യസ്തമായ റിയാദുകളാണ്, ട്രെയിനിങ്ങുകളാണ്. ത്വരീഖത്തിൽ വരുമ്പോൾ ഷെയ്ഖ് നിശ്ചയിക്കും ട്രെയിനിങ്, ആ ട്രെയിനിങ് പാസ്സായി പോകണം.
ആദ്യം ചെറിയ ചെറിയ ട്രെയിനിങ് കൊടുക്കും. അത് പാസ്സാകുമ്പോൾ അതിനും വലുത് അങ്ങനെ പോയി ഇവനെങ്ങനെ ശുദ്ധീകരിച്ചെടുക്കുക എന്നാ പറയാം. ആദ്യം ചെല്ലുമ്പോൾ ദിക്ർ കൊടുക്കും. ഈ ദിക്ർ 1,00,000 വട്ടം ചെല്ലണം എന്നൊക്കെ പറയും. അപ്പോൾ ഓനെ നോക്കണം എങ്ങനെ ഉണ്ട്. അപ്പോൾ ഓനെ പിന്നെ ഇടങ്ങാറായി ചൊല്ലി വരും. 1,00,000 വട്ടം ചൊല്ലി വന്ന് പിന്നെ വരുമ്പോൾ വേറെ ദിക്ർ കൊടുക്കും. ദിക്ർ എന്താണ്? ഖുർആൻ ദിവസം വന്ന് ദിക്ർ ഒന്നാവില്ല. അയാളെ വായിൽ അപ്പം എന്താണോ എന്ന് അവിടെ പറയാം. 10,00,000 വട്ടം ചൊല്ലണം. അപ്പോൾ ഈ സാധുവിന് ചൊല്ലും. അങ്ങനെ ഓരോന്നിങ്ങനെ ദറജ കൂട്ടി കൊടുത്തിട്ടാണ് ഓനെങ്ങണ്ട് ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരാനാണ്. അതാ മൊഹീദ്ദീൻ ശൈഖിന് കൊടുത്ത ട്രെയിനിങ് ആയിരുന്നു. മൊഹീദ്ദീന്മാരെ കാണാം, ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. ഒരു ടെസ്റ്റ് എന്താ? ഒറ്റക്കാലം നിന്നിട്ട് ഖുർആൻ കംപ്ലീറ്റ് ഓതണം. സിമ്പിളായിട്ട് ഓതി കൊടുത്തു. ഒറ്റക്കാലം വന്ന് ഒറ്റക്കാലം ഉയർത്തിപ്പിടിച്ചിട്ട് ഖുർആൻ കംപ്ലീറ്റ് ആണ് ഓതി. ആ ടെസ്റ്റ് പാസ്സായി. അടുത്ത ടെസ്റ്റ് എന്താ? ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. ഒറ്റ വാക്കിന് വേണ്ടി 3 കൊല്ലം കാത്തു നിന്നു. അത് അടുത്ത ടെസ്റ്റ്. ഷെയ്ഖ് നടന്നിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് വേറെ ഷെയ്ഖ് അവിടെ നിന്ന് വരിക. സംഗതി അയാൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് ഇവർക്ക് അന്ന് മനസ്സിലായിട്ടില്ല. അത് മൊയ്‌ദീൻ ഷെയ്ഖ് ദറജ കൂടി വരുന്നേ ഉള്ളൂ. അങ്ങനെ വന്നു, വഴി വെച്ച് കണ്ടു, സലാം ചൊല്ലി പരിചയപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞു. ആ വർത്തമാനം പറഞ്ഞ ഇടയിൽ മറ്റേ ഷെയ്ഖ് പറഞ്ഞു, ഇവിടെ നിൽക്കിട്ടോ ഞാൻ വരാം. അതും പറഞ്ഞാട് പോയി. അവിടെ നിന്നു. ഇയാളെ കാണാനില്ല. ഇയാൾ നിൽക്കാൻ പറഞ്ഞാൽ പോകാൻ പറ്റുന്നല്ലോ. അങ്ങനെ നിന്നു. വൈകുന്നേരമായി, രാത്രിയായി, നേരം പുലർന്നു, ദിവസങ്ങൾ കഴിഞ്ഞു. മറ്റാൾ വരുന്നില്ല. ഇയാൾക്ക് പോകാനും വയ്യ. നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിന്നു. ആ വരമ്പത്തോടെ നിന്നിട്ട് പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം അതേ ഡേറ്റ്, അതേ മാസം, അതേ ദിവസം, അതേ സമയമായപ്പോൾ മറ്റാണ്ട് വരുന്നത്. നിങ്ങളിവിടെ നിൽക്കുന്നില്ലേ, ക്ഷമിക്കണം കേട്ടോ പറഞ്ഞു. അപ്പം നിർത്തിപ്പോയതാണല്ലോ. വർത്താനൊക്കെ പറഞ്ഞിട്ട് പരിപടക്കിട്ട് ഞാൻ വരാണ്. ഇയാൾ പിന്നെയും പോയി. പിന്നെ ഇയാളെ കാണാനില്ല. പിന്നെ ഇയാൾ പിന്നെ അടുത്ത കൊല്ലാണ് അതേ ഡേറ്റിന്. അപ്പോഴേ കൊല്ലം 2 അപ്പോഴും മൊയ്‌ദീൻ ശൈഖ് നിർത്തം നിൽക്കുകയാണ്. ഇത് ട്രെയിനിങ് ആണ്, മൂപ്പര് പാസ്സാകുമോ നോക്കാൻ വേണ്ടി. അന്നും ഇയാൾ നിർത്തിപ്പോയി. പിന്നെ ഇയാൾ വന്ന് അടുത്ത കൊല്ലമാണ്. അവൻ 3 കൊല്ലമായി. അപ്പോഴും മൊയ്‌ദീൻ ശൈഖ് അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ ടെസ്റ്റ് പാസ്സായി. ആൾ ഓക്കെയാണ്. അടുത്ത ലെവലിലേക്ക് പ്രമോഷൻ കിട്ടി. അതാ ഒരു ചൊൽ മുതലായി 3 ആണ്ട് കാത്തോവർ. ഒറ്റ വാക്ക് മുഖവിലക്കെടുത്തുകൊണ്ട് 3 കൊല്ലം കാത്തു നിന്നു ഷെയ്ഖ് എന്നാണ്. അങ്ങനത്തെ ട്രെയിനിങ് ഒക്കെ കൊടുക്കും ചില ത്വരീഖത്തിൽ. 40 ദിവസം ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കാതൊക്കെ ട്രെയിനിങ് ആണ്. ചിലപ്പോൾ ഇരിക്കാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല, തിന്നാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി എന്താണോ ഷെയ്ഖിന്റെ വായിൽ വരുന്നത് അതാണ് പറയാ. അത് കേട്ടോളാം. അൽ മുരീദു ഇൻദൽ ഷെയ്ഖി കൽ മയ്യിത്തി ഇൻദൽ ഗാസിലി എന്നാണ്. ഷെയ്ഖിന്റെ മുമ്പിൽ മുരീദ് നിൽക്കേണ്ടത് കുളിപ്പിക്കുന്നവന്റെ മുമ്പിൽ മയ്യത്ത് കിടക്കുന്ന പോലെയാണ്. മയ്യത്ത് കുളിപ്പിക്കുന്ന ആളെ മുമ്പിൽ മയ്യത്ത് എങ്ങനെ വിജയപ്പെടുക? മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ എന്തും ചെയ്യാൻ, ഓ മറിച്ചാൽ ഇയാൾ മറിയും, തിരിച്ചങ്ങോട്ട് തിരിയും, എണീപ്പിച്ചാൽ എണീക്കും എന്നതുപോലെയാണ് ഷെയ്ഖിന്റെ മുമ്പിൽ ഈ മുരീദ് നിൽക്കേണ്ടത്. ഷെയ്ഖ് എന്തു പറഞ്ഞാലും അത് അപ്പോഴും സ്വീകരിച്ചോളാം. കാരണം ഷെയ്ഖ് അള്ളാഹുമായി ലയിച്ചവനാണ്, അള്ളാഹുമായി കണക്ഷനുള്ളവനാണ്. അപ്പം ഷെയ്ഖ് പറയും ഈ ദിക്റിലേക്കോൻ. ഈ ദിക്ർ ഹദീസിലുണ്ടോ, സ്വഹീഹാണോ, ആ വക ചോദ്യമൊന്നുമില്ല. ഇത് അള്ളാഹുമായി ഡയറക്റ്റ് കണക്ഷനുള്ള ആളാണ്. മൂപ്പര് കൊടുക്കുകയാണ്, പഠിച്ചോൻ പറഞ്ഞു കൊടുത്തതാണ്, അത് ചെയ്യാൻ വേറെ ചോദ്യമില്ല. അപ്പം എന്തു ചൊല്ലാൻ പറഞ്ഞാലും അത് ചൊല്ലിക്കൊള്ളുക, എന്ത് ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്തു കൊള്ളുക. അതാണ് ത്വരീഖത്തിന്റെ ദിക്റുകൾ, റാത്തീബുകൾ. സാദുരി റാത്തീബ് എന്ന റാത്തീബുണ്ട്. ഓരോ ത്വരീഖത്തും റാത്തീബ്, മുഹീദ്ദീൻ റാത്തീബ് ഉണ്ട്. നമ്മളെ മൗലൂദ് കിതാബിലേക്ക് കാണാം. മുഹീദ്ദീൻ റാത്തീബ്, റിഫാഴി റാത്തീബ്, സാദുരി റാത്തീബ്, ഇതൊക്കെ നമ്മളെ മൗലൂദ് കിതാബിലുണ്ട്. ആ ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്ത് വന്ന ആളുകൾ പതിവായി ചെയ്യേണ്ട ദിക്റുകളെ സമാഹാരം അതിനാ റാത്തീബിനെ പതിവാക്കിയതാണ്. ആ ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്ത ആള് പതിവായി ചൊല്ലേണ്ടുന്ന ദിക്റുകളെ സമാഹാരത്തിലാണ് റാത്തീബ്. മുഹീദ്ദീൻ ശൈഖിന്റെ ത്വരീഖത്തിൽ വന്ന ആൾക്ക് മുഹീദ്ദീൻ റാത്തീബ്, റിഫായി ശൈഖിന്റെ ത്വരീഖത്തിൽ വന്ന ആൾക്ക് റിഫായി റാത്തീബ്, സാദുരിയ ശൈഖിന്റെ ത്വരീഖത്തിൽ വന്ന ആൾക്ക് സാദുരി റാത്തീബ്. അത് ചൊല്ലാനും ചൊല്ലിക്കാനും ഒക്കെ നിബന്ധനയുണ്ട്, നിയമങ്ങളുണ്ട്. ഇജാസത്തുള്ള ആളാണ് ചൊല്ലേണ്ടത്. എല്ലാവരും ചൊല്ലാൻ പറ്റൂല. നമ്മളെ പള്ളിക്കലെ ഖത്തീബിനെയും പള്ളിക്കലെ ഉസ്താദിനെയൊന്നും ചിലപ്പോൾ റാത്തീബിനെ പറ്റിക്കൊള്ളുന്നില്ല. സുന്നി പള്ളിക്കലെ ഖത്തീബിനെ, മഹല്ല് ഖാദിയെ ചിലപ്പോൾ 400 മഹലിന്റെ ഖാദിയായിരിക്കും. എന്നാലും ശരി റാത്തീബിനെ മൂപ്പരെ വിളിക്കുക. കാരണം മൂപ്പിക്ക് ഇജാസത്തില്ല, പെർമിഷൻ ഇല്ല. മൂപ്പരെ ചെല്ലാൻ ശരിയാവില്ല. പള്ളിക്ക് ഉസ്താദും കുട്ടികളൊക്കെ ഉണ്ട്,
10-50 മുത്തഅല്ലിമീങ്ങളുണ്ട്. പക്ഷെ അവരല്ല റാത്തീബിന് വരിക, അതിന് വേറെ ടീം വരണം. അവർക്കാണ് ഇജാസത്തുള്ളത്, അവർ ചെയ്താലേ ശരിയാവുള്ളൂ. മറ്റൊരു പണി വെറുതെ കൂട്ടത്തിൽ എങ്ങനെ ടീമായിട്ടോണ്ടിരിക്കാം, അവിടെ എണ്ണത്തിൽ കൂട്ടൂല. അങ്ങനെ കുറെ റാത്തീബ് ടീമുകളുണ്ട്, ഒരു ഇജാസത്തുള്ളവരാണ്. അവർക്ക് ആ ഷെയ്ഖുമായി റിഫായി റാത്തീബാണെങ്കിൽ റിഫായി ഷെയ്ഖുമായി ഒരു കറക്റ്റ് ലിങ്ക് ഉണ്ടാവും. സാദുരി റാത്തീബാണെങ്കിൽ സാദുരി ഷെയ്ഖുമായി ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷനുള്ള ആളുകളാണ് റാത്തീബിന് നേതൃത്വം നൽകുക. കണ്ടോ നിങ്ങൾ സാദുരി റാത്തീബിൻ്റെ ഒരു ചെറിയ രൂപം കണ്ടോ? നമുക്ക് തമാശയാണെങ്കിലും ഈ ഓരോ അനക്കങ്ങൾക്ക് പോലും നിയമങ്ങളുണ്ട്. ഇതിവിടെ ചാലിയത്താണ്, നാട്ടിലാണ്, ചാലിയത്താണ്. ഇതെവിടെ നടത്താൻ പറ്റും, ആ ടീമെ വിളിച്ചാൽ മതി. അതിലെ ഓരോ അടക്കങ്ങളും അതിലെ നിയമങ്ങളുണ്ട്. വെറുതെ കാട്ടിയാൽ പറ്റൂല. എപ്പോഴാ നിൽക്കുക, എപ്പോഴാ ഇരിക്കുക, ഓരോ ആക്ഷനും ഒരു നിയമമുണ്ട്. അത് ഇജാസത്തുള്ള മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ടീമോ കൂട്ടത്തിൽ കൂടി കൊടുക്കാം, ഓരോ എണ്ണത്തെ കൂട്ടൂല. എണ്ണം കണക്കാക്കുക ആ ഫിക്സ്ഡ് ടീമാണ്. ബാക്കിയുള്ളത് വെറുതെ ഇങ്ങനെ കൂട്ടത്തിൽ ഉണ്ടായിക്കോളുമെന്ന് മാത്രം. ഇതാണ് സാദുരിയ റാത്തീബ്. അതേപോലെ മുഹിദ്ദീൻ റാത്തീബ്, റിഫായി റാത്തീബ്, ഇങ്ങനെ ഓരോ ത്വരീഖത്തിന് ഓരോ റാത്തീബുകളാണ്. ആ ത്വരീഖത്തിന് ബൈഅത്ത് ചെയ്ത ആളുകളാണ് അത് ചെയ്യേണ്ടത്. അതാ ഇപ്പൊ AP സുന്നികൾക്കിടയിലുള്ള തർക്കം എന്താ? ഇതൊക്കെ നമുക്ക് അങ്ങനത്തെ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നോട് തപ്പുള്ളത്. ഇവ കുറ്റാടി പോയിട്ട് ഒരു അൻവരി വെല്ലുവിളിച്ചു, പേരോട് മുസ്ലിയാർ ഉതബിയത്തിന്റെ മഹത്വം, സാദുരി ശൈഖിന്റെ മഹത്വം പ്രസംഗിക്കുന്നുണ്ട്, ധൈര്യമുണ്ടോ സാദുരി റാത്തീബ് നടത്താൻ ധൈര്യമുണ്ടോ എന്നാ വെല്ലുവിളി. കേട്ടോ നിങ്ങൾ ആ വെല്ലുവിളി ഒന്ന്. ഇപ്പൊ കളിയാക്ക ഹാദി ബിരുദദാന സമ്മേളനത്തിൽ ചില പുതിയ ഒളിയമ്പുകളൊക്കെ പേരോട് എടുക്കുന്നുണ്ട്. പുറത്ത് ശരിക്ക് പറ, എവിടെ പോയി നിന്റെ ആണത്വം? എല്ലാം പുറത്ത് ശരിക്ക് വരട്ടെ, ഞങ്ങളത് കാത്തിരിക്കുകയാണ്. ഷാദുലി മജ്ലിസുകളെ പരിഹസിക്കുകയാണ്. നോക്ക്, മുജാഹിദ് പോട്ടെ, ഒന്നിരായ ഹസനി ഉസ്താദൊക്കെ ഷാദുലി ഹൽക്കയിൽ ആ റക്സ് ചെയ്യുന്ന സംഭവങ്ങൾ അതെടുത്ത് കളിയാക്കുന്നത് ആരാ? കായക്കൊടിയും ഹനീഫന്റെയും കൂട്ടനെയും വാട്സപ്പ് ഗ്രൂപ്പിലല്ല. അവരെന്തോ കാട്ടട്ടെ, ഇവരുടേതായ സ്ഥിരപ്പെട്ട ഗ്രൂപ്പുകളിലാണല്ലോ ഇത് ഇട്ട് പരിഹസിക്കുന്നത്. ഇന്നാലില്ല, നിസ്കാരത്തെ പരിഹസിക്കുന്നത് പോലെയല്ലേ അത്? ഷാദുലി മജ്ലിസിൽ അങ്ങനെ ഇല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഞങ്ങളുടെ മശായിഖന്മാരുടെ സന്നിധിയിൽ ഞങ്ങൾ അതിലെല്ലാം ആനന്ദത്തിലുള്ളവരാണ്. ഇത് മഹാന്മാരുടെ സന്നിധിയിൽ ഉള്ളതാണ്. യർഖുസൂൻ, റഖ്സ് ചെയ്യും. ഇവർക്കെന്താ? ഇവർക്കിതിൽ വിശ്വാസമല്ല. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി. സിറാജുൽ ഹുദയിൽ ഷാദുലി ഹൽക്ക, പേരോട് അതിലൊന്ന് റഖ്സും ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആർക്കും അങ്ങനെ സംഭവം തന്നെ ചിന്തിക്കാൻ പറ്റുന്ന കാരണം അത് നടക്കൂല. ഇല്ലെങ്കിൽ നടത്തുങ്ങള് നിങ്ങളെ ചാരത്ത് വന്നിട്ട് ഞങ്ങൾ പറയണത്. നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ നടത്തിയടാങ്ങള് നടത്തണ്ടേ. സുന്നി പറയാൻ മാത്രമുള്ളതാ, പ്രവർത്തന രംഗത്ത് വാ. കുത്തുബിയത്തിന്റെ മഹത്വം പറഞ്ഞ് വാദം പറഞ്ഞു പോയാൽ മതിയോ? കുത്തുബിയത്ത് ഷെയ്ഖ് ജീലാനിയെ വിളിക്ക്. എന്താ സിറാജുൽ ഹുദയിൽ കുത്തുബിയത്ത് ശരിക്കും നടക്കാത്തത്? യാ ഗൗസുൽ ആദം എന്ന് വിളിക്കണ വിളി തൗഹീദിന് വിരുദ്ധമാണെന്ന ആശയം പേരോടക്കമുള്ള നിങ്ങളുടെ കൂടാരത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഉള്ളിൽ ഉറച്ചു പോയിട്ടുണ്ട്. താനി വഹാബി കൂടാരമായി മാറിയിട്ടുണ്ട്. നടത്തിയ സ്ഥാപനത്തിൽ ഷാദുൽ ഇമാമിന്റെ പേര് പറഞ്ഞാൽ മതിയോ? ഷാദുൽ ഇമാം കൊണ്ടുവന്ന വലിയ റാത്തീബാണത്. അതിൽ റക്സുകളുണ്ട്. ആ റക്സിനെ പരിഹസിക്കുകയാണോ നിങ്ങൾ?
എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അത്ഭുതമല്ലേ ഇവരെ കാര്യം? അതാ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ സുന്നി ബോർഡ് എന്ന് പറഞ്ഞാൽ താനിച്ച വഹാബി ബോർഡായി മാറിയിട്ടുണ്ട്. എന്നിട്ടാ നിങ്ങൾ സൂഫി ബോർഡിന്റെ കാര്യം പറയാൻ പറ്റും. നടത്തണ്ടേ? ചിന്തിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? ഷാദുലി നടത്തിയ പേരോടൊന്ന് റക്സ് ചെയ്യട്ടെ. എന്താ ആടാൻ കഴിയൂലേ? നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ റുക്കുവും സുജൂദും ഈത്തിദാലൊക്കെ ആട്ടം തന്നെയല്ലേ ചങ്ങായിമാരെ? അതെല്ലാം ആട്ടം തന്നെയല്ലേ? എന്നിട്ട് അതിനെ പരിഹസിക്കുകയാണ് ഇവർ. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? ധൈര്യമില്ലാതെ കുതുബിയത്ത് നടത്താൻ, ഷാദുലി ഹൽക്ക സംഘടിപ്പിക്കാൻ സിറാജുൽ ഹുദന്റെ സമീപത്ത് പോയിട്ട് വെല്ലുവിളിക്ക് ധൈര്യം നടത്തിന ഓരൊക്കെ വഹാബ്യ നടക്കാൻ എന്താ ഓർക്കൊന്നും വിശ്വാസമില്ല. സഹോദരങ്ങളെ, എല്ലാവരും വഹാബ്യാല് നല്ലത് ഇങ്ങനെയാണെങ്കിൽ. അപ്പൊ യഥാർത്ഥം ഇങ്ങനെ കുറെ റാത്തീബുകൾ, അത് ഓരോ ദറജക്കനുസരിച്ച് മാറ്റം ഉണ്ടാകും. അതിൽപ്പെട്ട മറ്റൊരു റാത്തീബാണ് കുത്തുറാത്തീബ്. ഇതൊക്കെ കേവലം ദിക്റാണെങ്കിൽ കുത്തുറാത്തീബിന് ഷെയ്ഖ് റിഫാഴിയെ നേരിട്ട് ഹാജരാക്കലാണ്. കുത്തുറാത്തീബ് ദിക്ർ മാത്രമല്ല, ദിക്ർ ചൊല്ലി ഷെയ്ഖ് റിഫാഴിയെ വിളിച്ച് ഷെയ്ഖ് റിഫാഴി ഹാജരാകും. പക്ഷേ ഇജാസത്തുള്ള വിളിക്കണം. പേരോട് വിളിച്ചാൽ വരൂല, പേരോട് മുസ്ലിം വിളിച്ചാൽ വരൂല. വേണ്ട, സമസ്തന്റെ പ്രസിഡന്റ് ജിഫി തങ്ങളെ വിളിച്ചാൽ പോലും റിഫായി ഷെയ്ഖ് വരൂല. ഇജാസത്തുള്ള റിഫായി ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്ത ഈ ദിക്റിന്, ഈ റാത്തീബിന് അനുവാദം കിട്ടിയ ആളുകൾ അവരെ വിളിക്കണം, അപ്പ വരുന്ന. അതാ കുത്തുറാത്തീബ്. ചെറിയ സാമ്പിൾ കൂടി കാണാം നമുക്കതിന്റെ. അതാണ് മുഹമ്മദ് കോയ വലിയുള്ള, അല്ല കോയ കാപ്പാട്. അതാ മുഹമ്മദ് കോയ വലിയുള്ള കാപ്പാടിന് കോയ കണ്ട് മൂപ്പരെ വിളിച്ചാൽ റിഫായി ഷെയ്ഖ് അപ്പെത്തും. ഓരോ വലിയ കണക്ഷനാണ്. മൂപ്പർ ഡേറ്റ് കൊടുക്കുക, സ്റ്റേജ് കെട്ടുക, എന്നിട്ട് TLC ചെയ്യിക്കുക, അവിടെ വന്ന് കുത്തുക, റിഫായി ഷെയ്ഖ് വരുന്ന. നിങ്ങൾ ആലോചിച്ചൊക്കെ. അപ്പോൾ ഇവിടെ ഒരു കുത്തുറാത്തീബ് നടത്തി കാപ്പാട് കോയയും ടീമും വന്ന് ഇവിടെ കുത്തുറാത്തീബ് നടത്തി. അങ്ങനെ കുത്തി ആകെ മുറിയായി. യാ ഷെയ്ഖ് യാ ഷെയ്ഖ് യാ ഷെയ്ഖ് വിളിച്ച അവസാനം ഇറാഖിൽ റിഫായി ഷെയ്ഖ് ഓടിപ്പഴിച്ച് പഠിച്ച് ഫറൂഖ് എത്തിയപ്പോൾ കാപ്പാട് കോയ കുത്തേറ്റ് കിടക്കുക. അപ്പം എന്ത് പറ്റി? ഒന്ന് കുത്തിയോക്കിയതാണ്. സാടല്ല, സുഖാക്കി കൊടുത്ത് തടവി വിട്ടു. നാളെ മൂപ്പർക്ക് കുത്തുറാത്തീബ് കാസർഗോഡേക്കും. ഇതേപോലെ നാളെ അവിടുന്ന് വിടി. റിഫായി ഷെയ്ഖ് പിന്നെ ഓടി വന്ന് നോക്കുമ്പോൾ അതേ കോയ കണ്ട് വീണെടുക്കണേ. അപ്പം എന്തേ അല്ല ഒന്ന് കുത്തിയിലാണ്. അപ്പം റിഫായി ഷെയ്ഖ് പൊന്നാരെ കോയ എന്തെങ്കിലും ഏർപ്പാട് വയ്ക്കൂലേ? ഒന്നും രണ്ടും മട്ടത്തേക്ക് എന്നിപ്പോൾ ഏർപ്പാടായാലെങ്ങനെ റിഫായി ഷെയ്ഖ് ഏറ്റെടുക്കില്ല അപ്പം. അപ്പം ഇത് റാത്തീബാണ്. ഇത് എല്ലാവരും ചെയ്താൽ പറ്റൂല. ഇത് നമ്മൾ ചോദിക്കുമല്ലോ, ഞങ്ങൾ വരി നമ്മൾ കുത്താന്ന്, അത് പറ്റൂല. അത് കുത്താനും വേണം ഇജാസത്ത്, കുത്ത് കൊള്ളാനും വേണം ഇജാസത്ത്. എന്നാൽ റിഫായി ഷെയ്ഖ് വരുള്ളൂ. സഹോദരൻ, ഇതൊക്കെ ഇസ്ലാമിൻ്റെ പേരിലാണ്. ഇങ്ങനെ ഇവരൊക്കെ വെളിപ്പെടുത്തി വരാനും സഹായിക്കാനുമെല്ലാം പറ്റുന്നവരായി പരിചയപ്പെടുത്തി പടച്ച റബ്ബിൽ നിന്ന് പടപ്പുകൾ അകറ്റുക ചെയ്ത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയതെന്തിനാ? അള്ളാഹുലേക്ക് ലയിക്കാൻ. അവസാനം പടച്ച റബ്ബെന്ന് ഇല്ലാതായിട്ട് പടപ്പുകളിലേക്ക്, ദുന്യാവിലേക്ക് ലയിക്കുകയാണ് ഈ ത്വരീഖത്തുകാരെല്ലാം ചെയ്തത്. അതാണ് മുഹമ്മദ് കോയ വലിയുള്ള, അല്ല കോയ കാപ്പാട്. അതാ മുഹമ്മദ് കോയ വലിയുള്ള കാപ്പാടിന് കോയ കണ്ട് മൂപ്പരെ വിളിച്ചാൽ റിഫായി ഷെയ്ഖ് അപ്പെത്തും. ഓരോ വലിയ കണക്ഷനാണ്. മൂപ്പർ ഡേറ്റ് കൊടുക്കുക, സ്റ്റേജ് കെട്ടുക, എന്നിട്ട് TLC ചെയ്യിക്കുക, അവിടെ വന്ന് കുത്തുക, റിഫായി ഷെയ്ഖ് വരുന്ന. നിങ്ങൾ ആലോചിച്ചൊക്കെ. അപ്പോൾ ഇവിടെ ഒരു കുത്തുറാത്തീബ് നടത്തി കാപ്പാട് കോയയും ടീമും വന്ന് ഇവിടെ കുത്തുറാത്തീബ് നടത്തി. അങ്ങനെ കുത്തി ആകെ മുറിയായി. യാ ഷെയ്ഖ് യാ ഷെയ്ഖ് യാ ഷെയ്ഖ് വിളിച്ച അവസാനം ഇറാഖിൽ റിഫായി ഷെയ്ഖ് ഓടിപ്പഴിച്ച് പഠിച്ച് ഫറൂഖ് എത്തിയപ്പോൾ കാപ്പാട് കോയ കുത്തേറ്റ് കിടക്കുക. അപ്പം എന്ത് പറ്റി? ഒന്ന് കുത്തിയോക്കിയതാണ്. സാടല്ല, സുഖാക്കി കൊടുത്ത് തടവി വിട്ടു. നാളെ മൂപ്പർക്ക് കുത്തുറാത്തീബ് കാസർഗോഡേക്കും. ഇതേപോലെ നാളെ അവിടുന്ന് വിടി. റിഫായി ഷെയ്ഖ് പിന്നെ ഓടി വന്ന് നോക്കുമ്പോൾ അതേ കോയ കണ്ട് വീണെടുക്കണേ. അപ്പം എന്തേ അല്ല ഒന്ന് കുത്തിയിലാണ്. അപ്പം റിഫായി ഷെയ്ഖ് പൊന്നാരെ കോയ എന്തെങ്കിലും ഏർപ്പാട് വയ്ക്കൂലേ?
ഒന്നും രണ്ടും മട്ടത്തേക്ക് എന്നിപ്പോൾ ഏർപ്പാടായാലെങ്ങനെ റിഫായി ഷെയ്ഖിനെതിരെ നടക്കില്ലപ്പത്. അപ്പൊ ഇത് റാത്തീബാണ്. ഇത് എല്ലാവരും ചെയ്താൽ പറ്റൂല. ഇത് നമ്മൾ ചോദിക്കുമല്ലോ ഞങ്ങൾ വരി നമ്മൾ കുത്താന്ന്, അത് പറ്റൂല. അത് കുത്താനും വേണം ഇജാസത്ത്, കുത്ത് കൊള്ളാനും വേണം ഇജാസത്ത്, എന്നാൽ റിഫായി ഷെയ്ഖ് വരുള്ളൂ. സഹോദരൻ, ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലാണ്. ഇങ്ങനെ ഇവരൊക്കെ വെളിപ്പുറത്ത് വരാനും സഹായിക്കാനുമെല്ലാം പറ്റുന്നവരായി പരിചയപ്പെടുത്തി പടച്ച റബ്ബിൽ നിന്ന് പടപ്പുകളെ അകറ്റുക ചെയ്ത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയതെന്തിനാ? അള്ളാഹുലേക്ക് ലയിക്കാൻ. അവസാനം പടച്ച റബ്ബെന്ന് ഇല്ലാതായിട്ട് പടപ്പുകളിലേക്ക്, ദുന്യാവിലേക്ക് ലയിക്കുകയാണ് ഈ ത്വരീഖത്തുകാരെല്ലാം ചെയ്തത്. ഞങ്ങളുടെ നാട്ടിൽ 2 ചെക്കന്മാർ പോയിട്ട് ഈ ആലുവ ത്വരീഖത്തിൽ പോയി. ആലുവ ഷെയ്ഖിന് അന്ന് മൂപ്പര് ജീവിച്ചിരിപ്പുണ്ട്, വയറ്റുന്നോ കുടിച്ചിട്ട് അതിന് മുമ്പാണ്. അദ്ദേഹത്തെ ചെന്ന് കണ്ടു. അങ്ങനെ ഇവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, ഏതായാലും പോയി നോക്കിയതാ. ടീം ഒന്നാകെ പോയപ്പോ എന്നാ പോയി നോക്കാന്ന്. അങ്ങനെ ചെന്ന് ആലുവ ഷെയ്ഖിനെ കണ്ട് സംസാരിച്ച് ഷെയ്ഖ് ബയ്യത്ത് ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞെടുത്ത്. അപ്പൊ ഷെയ്ഖ് പറഞ്ഞു, ബയ്യത്ത് വെറുതെ സ്വീകരിക്കൂല, ഞാൻ വിക്റ് തരാം. ആ വിക്റ് ഒരാഴ്ച കൊണ്ട് 1,00,000 വട്ടം ചൊല്ലണം. നിങ്ങൾ ചൊല്ലോ ഇല്ലെന്നൊക്കെ എനിക്ക് ഇവിടുന്ന് അറിയാതാണ്. അങ്ങനെ തിരിച്ചു പോന്നു. ഒരാഴ്ച കൊണ്ട് ഒരുത്തൻ സാധുവാൻ ഭയങ്കര ആവേശം ചൊല്ലി. മറ്റോ പറഞ്ഞു, എന്ത് എന്നെ കൊണ്ട് കഴിയില്ല, വെള്ളം നിൽക്കുന്നത് ചെല്ലാൻ കഴിയാത്തല്ല. പിന്നെ ഇതിപ്പോൾ 1,00,000 വട്ടം ചെല്ലാൻ നിൽക്കല്ലേ. ഓൻ ചൊല്ലിയില്ല. മറ്റോന് ഭയങ്കര ആത്മാർത്ഥം. അല്ലട ഷെയ്ഖ് അവിടുന്ന് കാണും, ചൊല്ലാഞ്ഞാത് ബുദ്ധിമുട്ടാണ്. അതൊന്നുമില്ല, ഷെയ്ഖ് കാണുന്നില്ല. അങ്ങനെ ഒരുത്തൻ ചൊല്ലിയ മറ്റോൻ ചൊല്ലിയില്ല. രണ്ടാളും കൂടി ഒരു ആഴ്ച കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോ ചൊല്ലിയ ആളെ നോക്കിയത് ഷെയ്ഖ് പറഞ്ഞു, നീ ചൊല്ലിയിട്ടില്ല. ചൊല്ലാത്തവർ പറഞ്ഞു, നീ ചൊല്ലിയിരിക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി സംഗതി മൂപ്പര് കാണുന്നുണ്ട്. അപ്പൊ ചൊല്ലോനാകെ ദയിപ്പിക്കണം. പോയി എടുക്കാൻ ചൊല്ലിയതാണ്, ഓനോടൊന്ന് ചൊല്ലിയിട്ടില്ല. മറ്റൊരാൾ ചൊല്ലിയിട്ടുണ്ട്. ഏതായാലും കുഴപ്പമില്ല, രണ്ടാളും ബയ്യത്ത് സ്വീകരിച്ചു. അന്ന് അതിനെ ബയ്യത്ത് ചെയ്ത ഉടനെ ഷെയ്ഖ് പറഞ്ഞു, ഇപ്പൊ വേണമെങ്കിൽ ഈ ആഴ്ച ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്, വേണമെങ്കിൽ സ്വീകരിക്കാം. അപ്പൊ അതെന്താ? 50,000 രൂപ അടച്ചാൽ ഒറ്റയടിക്ക് നിങ്ങൾ അബുദാലാക്കി തരാറ്. അതിന് ഇടയ്ക്കുള്ള മർത്തബൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നേരെ അബുദാലിക്ക് പോകും. 40 അടി സ്വീകരിക്കുന്ന ലെവലിലേക്ക് ഒറ്റയടിക്ക് എത്താൻ പറ്റും. 50,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് അബുദാലി. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി ഏർപ്പാട് പറയുന്നത്. അത് തിരിച്ചു പോകുന്ന രണ്ടാളും മുജാഹിദായി. അപ്പൊ സഹോദരങ്ങൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇതാണ് കാര്യം. അള്ളാഹുലേക്ക് ലയിക്കാനൊന്നുമല്ല. നരകവും പ്രശ്നമല്ല, സ്വർഗവും പ്രശ്നമല്ല, നിസ്കരിക്കും വേണം, നോമ്പൊയ്ക്കും വേണ്ട, ആണും പെണ്ണും വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ സംഗതി ആർക്കും ഇഷ്ടമുള്ളത് തന്നെയാണ്. നല്ല സുഖമല്ലേ? നരകം സുഖമില്ല, ഞാൻ എന്താ വേചാറ്? നരകം പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. നമുക്കെന്തേ ഹറാം ഹലാൽ നോക്കുന്നത്? നരകമുണ്ട്, സ്വർഗമുണ്ട്, പഠിച്ചോന അദാബുണ്ട്, റഹ്മത്തുണ്ട്. ഇതാലോചിക്കുമ്പോഴല്ലേ നരകം സ്വർഗം പ്രശ്നമില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓനെ സംബന്ധിച്ചൊന്നുമില്ല. ആണും പെണ്ണും ഒരേപോലെ ഹക്കും ബാത്തിൽ നോക്കാനില്ല എന്ന് പറയുന്ന ലെവലിലേക്ക് പറഞ്ഞു കൊടുത്തിട്ട് അള്ളാഹുലേക്ക് ലയിക്കാം എന്ന് പഠിപ്പിച്ചു കൊടുത്ത് യഥാർത്ഥത്തിൽ ഇത് ദുന്യാവിലേക്ക് ലയിപ്പിക്കാൻ ചെയ്യുന്നത്. ഇതിലൂടെ ഒരു വലിയ ഒരു മാഫിയായി മാറി സാമ്പത്തികമായ ചൂഷണങ്ങളും അതേപോലെ മറ്റു ചൂഷണങ്ങളും എല്ലാം ഇതിൻ്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ദീനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ത്വരീഖത്ത് കേൾക്കുമ്പോൾ, തസൗഫ് കേൾക്കുമ്പോൾ അത് ഭക്തിപ്രസ്ഥാനാണ്, അത് ഈമാൻ കൂടാനാണ്, അത് സുഹുദാണ്, റബ്ബിലേക്ക് അടുക്കലാണ് എന്നൊക്കെ വിചാരിക്കുന്നുവെങ്കിൽ അതൊന്നുമല്ല. അത് ഖാദിരിയാവട്ടെ, റിഫാഴിയാവട്ടെ, രക്ഷബന്ധിയാവട്ടെ, ഇദ്റൂസിയാവട്ടെ, അതേപോലെ ശംസിയ, നൂരിയ തുടങ്ങി ഏത് ത്വരീഖത്തെടുത്താലും ശരി, ആ ത്വരീഖത്തുകൾ ഏതും ഇതിൽ നിന്ന് ഭിന്നമല്ല. എല്ലാം ശുദ്ധ ശിയായിസമാണ്. മുസ്ലിമീങ്ങളെ ദീൻ തകർക്കാൻ, വിശ്വാസം തകർക്കാൻ, അഹ്ലുസുന്നയെ പൊളിക്കാൻ വേണ്ടി ഷിയാക്കൾ കൊണ്ടുവന്ന സമാന്തര സംവിധാനമാണ്, പ്ലാറ്റ്ഫോമാണ് ത്വരീഖത്തുകൾ. ഇത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശരിയായ മാർഗത്തെ മനസ്സിലാക്കി അതുപ്രകാരം ജീവിക്കുവാനും തെറ്റായ വഴി മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുവാനും നമ്മുടെ തൗഫീഖ് നൽകി റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. റബ്ബ് നമ്മിൽ കബൂലാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.